السلام عليكم ورحمة الله تعالى وبركاته. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. നബിമാരിലെല്ലാം ഉപരിയാണ് അഹ്മദ് നബി, അവരൊക്കെയും ഖമറാണ് ശംസാണ് നബി. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഹൃദയം പിടയ്ക്കുന്നു യാ റസൂലല്ലാഹ്, ഇനിയും പാപമാലേ നടത്തിയിടല്ല. ഇവനൊരു തൗബ തരുമോ, ഇവനൊരു തൗബ തരുമോ യാ ശഫീഅല്ലാഹ്, ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. എല്ലാം നിയന്ത്രിക്കുന്ന അടക്കി ഭരിക്കുന്ന ജഗനിയന്താവായ അല്ലാഹ്, ഞങ്ങളെ മജ്‌ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ മജ്‌ലിസിനെ നീ ഖബൂലാക്കണേ അല്ലാഹ്, ഞങ്ങളെ ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ലാഹ്. മാനസികമായ പ്രയാസങ്ങളുണ്ട്, ശാരീരികമായ പ്രതിസന്ധികളുണ്ട്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട്. റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ ബറക്കത്ത് കൊണ്ട്, അല്ലാഹുവേ പള്ളിപ്പടി ഉപ്പാപ്പാന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും മോചനം നൽകണേ അല്ലാഹ്, എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും മോചനം നൽകണേ അല്ലാഹ്, എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും കരകയറ്റണേ അല്ലാഹ്. നൂറുൽ ഹുദാ കുടുംബത്തെ കരകയറ്റണേ അല്ലാഹ്. ചൊല്ലി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ്. സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കണേ അല്ലാഹ്, ഏറ്റെടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാഹ്, ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാഹ്, ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈമാനോടെ ഇഖ്ലാസോടെ ആര് കാണാൻ വേണ്ടിയിട്ടല്ല, ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല നമ്മൾ അമലുകൾ ചെയ്യുന്നത്.
അള്ളാന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമാകണം. നമ്മുടെ സദസ്സ് അള്ളാന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ സദസ്സാകണം. അതിനെന്തോ വേണം? മുഅ്മിനീങ്ങളെ നല്ല ഖൽബ് വേണം. നമ്മുടെ സൗന്ദര്യം അള്ളാന്റെ മുമ്പിൽ വില പോകൂല. നമ്മുടെ സൗന്ദര്യത്തിലേക്ക് അള്ളാഹ് നോക്കുന്നില്ല. മുഅ്മിനീങ്ങളെ, നമ്മുടെ സൗന്ദര്യം അള്ളാഹ്ക്ക് കാണണ്ട, നമ്മുടെ വസ്ത്രം അള്ളാഹ്ക്ക് കാണണ്ട, നമ്മുടെ ആരോഗ്യം അള്ളാഹ്ക്ക് കാണണ്ട. അള്ളാഹ്ക്ക് കാണേണ്ടതൊന്നു മാത്രം, അത് ഹൃദയമാണ്. അള്ളാന്റെ നോട്ടം പതിയുന്നത് ഹൃദയത്തിലേക്കാണ്. നമ്മുടെ സമ്പത്തോ നമ്മുടെ മറ്റൊന്നും അള്ളാഹ്ക്ക് കാണേണ്ടതില്ല. അള്ളാഹ് നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. അള്ളാഹ് നോക്കുന്ന സമയത്ത് നല്ല വിശാലമായ ഹൃദയമാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ. അല്ലാഹ് അല്ലാഹ് പടച്ച റബ്ബേ, സാധുക്കളാണ് അല്ലാഹ്, ഞങ്ങള് പാപികളാണ് അല്ലാഹ്. ഞങ്ങളെ പാപങ്ങൾ മുഴുവനും നീ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളെ പാപങ്ങൾ മുഴുവനും നീ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളെ സകലമാന പാപങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. മാപ്പ് നൽകണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒരുപാട് 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 തെറ്റുകൾ ചെയ്തു പോയി അല്ലാഹ്. നിന്നെ ധിക്കരിച്ചു ചെയ്തതല്ല, സാഹചര്യങ്ങളിൽ വന്നു പോയതാണല്ലാഹ്. മാപ്പ് നൽകണേ അല്ലാഹ്. മാപ്പ് നൽകണേ അല്ലാഹ്. മാപ്പ് നൽകണേ അല്ലാഹ്. കണ്ണുകൊണ്ട് ചെയ്ത ഹറാമുണ്ട് റബ്ബേ, കാതുകളെ കൊണ്ട് അല്ലാഹുവേ അന്യരുടെ പച്ചയിറച്ചി തിന്നിട്ടുണ്ട് റഹ്മാനെ, അത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലാഹ്. ഞങ്ങളെ നാവ് കൊണ്ട് മറ്റൊരാളെ അല്ലാഹുവേ ഞങ്ങൾ നോവിച്ച സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാപ്പ് നൽകണേ അല്ലാഹ്. പൊറുക്കണേ റബ്ബേ, പൊറുക്കണേ അല്ലാഹ്. മാപ്പ് നൽകണേ അല്ലാഹ്. സകല തെറ്റുകുറ്റങ്ങളും പുറത്തു തന്ന് ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, ഇനി നമ്മൾ ചൊല്ലുന്നത്, ഇനി നമ്മൾ ഓതുന്നത് 3 ഫാത്തിഹ, 3 ഇഖ്ലാസ്, മുഅവ്വിദത്തൈനിയാണ്. അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ 1,24,000 വരുന്ന അമ്പിയാക്കന്മാർ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ എല്ലാവരിലേക്കും നിയ്യത്താക്കിയിട്ട് മുഅ്മിനീങ്ങളെ നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ചൊല്ലിക്കേ. ഇലാ ഹളറത്തി റൂഹി നബിയിനാ വഹാദീനാ വമുൻജീനാ വമുർശിദിനാ വമുസ്തഫാനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹളറാത്തി സായിരിൽ അംബിയാഇ വൽ ഔലിയാഇ والعلماء والشهداء والصديقين والصالحين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹ് നിന്റെ അമ്പിയാക്കന്മാരിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ആമീൻ പറ. അല്ലാഹുവേ സ്വഹാബത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, ഇമാമീങ്ങൾ, ആലിമീങ്ങൾ, സാലിഹീങ്ങൾ, അല്ലാഹ് നൂറുൽ ഹുദാ കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയവര് പ്രത്യേകിച്ച് അവരുടെ ഖബറുകളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഖബർ വെളിച്ചമാക്കണേ അല്ലാഹ്. നൂറുൽ ഹുദാ കുടുംബത്തിന്റെ ഖബർ വെളിച്ചമാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. അല്ലാഹുവിന്റെ വീട്ടിൽ
വന്ന് കരഞ്ഞവരുണ്ടല്ല, പൊട്ടി പൊട്ടി കരഞ്ഞവരുണ്ടല്ല, കോഴിക്കോട് നിന്ന് എൻ്റെ വീട്ടിൽ വന്നവരുണ്ട് റബ്ബേ. അല്ലാഹുവേ പല ഉദ്ദേശം വെച്ച് വന്നവരുണ്ടല്ല. അല്ലാഹുവേ മണ്ണാർക്കാട് ഭാഗത്തുനിന്ന് വീട്ടിലേക്ക് വന്നവരുണ്ടല്ല, എന്നെ വിളിച്ചവരുണ്ട് റഹ്മാനെ. പല ഉദ്ദേശങ്ങൾ പറഞ്ഞവരുണ്ട്, പല പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട്. എല്ലാവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും തീർക്കണേ അല്ലാ. ഈ മജ്ലിസിൽ അല്ലാഹുവേ രോഗങ്ങൾ മാറാൻ, കടങ്ങൾ വീടാൻ, മക്കൾ നേരാകാൻ, കുടുംബങ്ങൾ നന്നാകാൻ, അങ്ങനെ പല ഉദ്ദേശങ്ങൾ വെച്ച് ജോലി ശരിയാകാൻ, വീടുണ്ടാകാൻ, അങ്ങനെ പല ഉദ്ദേശങ്ങൾ വെച്ച് ഈ സദസ്സിൽ പങ്കെടുക്കുന്നവരുണ്ടല്ല. എല്ലാ ഹലാലായ ഹൈറായ ഉദ്ദേശങ്ങളും സഫലീകരിക്കണേ അല്ലാ, സാധ്യമാക്കി കൊടുക്കണേ അല്ലാ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഇനി നമ്മൾ ചൊല്ലുന്നത് മഹാന്മാരായ ബദരീങ്ങളെ തവസ്സുൽ ബൈത്താണ്. മഹാന്മാരായ ബദരീങ്ങളെ തവസ്സുലാക്കുകയാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. എല്ലാ ഗുണങ്ങൾ നേടുവാൻ, കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ, സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബദരീങ്ങളാൽ തുണറബ്ബന. കടം വീടി സന്തോഷിക്കുവാൻ, കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ, ഖൈറായ പാതയിൽ നീങ്ങുവാൻ ബദരീങ്ങളാൽ തുണറബ്ബന. ദിക്റും സ്വലാത്തും നിത്യമിൽ ചെയ്ത ഖുശൂഉം സത്യമിൽ തായ ഈമാനുള്ളതിൽ ബദരീങ്ങളാൽ തുണറബ്ബന. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിനും ബദരീങ്ങളാൽ തുണറബ്ബന. കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും ബദരീങ്ങളെ ബറക്കത്തിനാൽ റഹ്മത്ത് തായ റബ്ബന. എല്ലാ ബലാവും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ യമൈ കാക്കണം യാ റബ്ബന. ദണ്ണം വബാവാ സൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന. ദാഹമൗതന് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറബ്ബന. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. മുത്തുനബിയുടെ പൂമുഖം മാനാമിലൊന്ന് കാണുവാൻ ബദരീങ്ങളെ ബറക്കത്തിനാൽ തൗഫീഖ് തായ റബ്ബന. ഉമ്മയിലും ബാപ്പയിലും ഉപകാരമുള്ളൊരു മക്കളായി ബദരീങ്ങളെ ബറക്കത്തിനാൽ യമൈ മാറ്റണം യാ റബ്ബന. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. ബദരീങ്ങളെ കൊണ്ട് നൂറുൽ ഹുദാ കുടുംബത്തിനെ വിജയിപ്പിക്കണേ അല്ലാ. ബദരീങ്ങളെ കൊണ്ട് ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാ. ബദരീങ്ങളെ കൊണ്ട് ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാ. ബദരീങ്ങളെ കൊണ്ട് വിജയിപ്പിക്കണേ അല്ലാ. അല്ലാ, നിന്റെ മഹാന്മാരെ ഞങ്ങൾ വിളിക്കുന്നത് അല്ലാഹുവേ ഞങ്ങളെ സകലമാന ദോഷങ്ങളും പൊറുക്കാനുള്ള കാരണമാക്കണേ അല്ലാ. ദിക്റുൽ അംബിയാഇ മിനൽ ഇബാദാ. അംബിയാക്കന്മാരെ മഹത്വം പറയുന്നത് അത് ഇബാദത്താണെന്ന് നിന്റെ ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വദിക്റുസ് സ്വാലിഹീന കഫാറാ. അല്ലാഹുവേ സ്വാലിഹീങ്ങളെ മഹത്വം പറയുന്നത്, അവരെ പ്രകീർത്തിക്കുന്നത് ഞങ്ങളെ എല്ലാ പാപങ്ങളും പുറത്തു കിട്ടാനുള്ള കാരണമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അല്ലാ, നിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്നു. അല്ലാ, ഞങ്ങളെ പാപങ്ങൾ പുറത്തു തന്ന് ഞങ്ങൾ ഈ ചെയ്യുന്ന
അമലുകൾ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് അമലുകളൊന്നും എണ്ണി എണ്ണി പറയാനില്ല അല്ലാ. ഞങ്ങളെ നിസ്കാരങ്ങളെ കൊണ്ട് നാളെ നിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഞങ്ങളെ നോമ്പ് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയോ എന്നറിയൂല അല്ലാ. ഞങ്ങളെ അമലുകളൊന്ന് സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ അമലുകളൊന്ന് സ്വീകരിക്കണേ അല്ലാ. ആഖിറതമാനിന്റെ ചപ്പ് ചവറുകളാണല്ലാ, ആഖിറതമാനിന്റെ ചപ്പ് ചവറുകളാണല്ലാ. ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. കാണുന്നത് ഹറാമ്, കേൾക്കുന്നത് ഹറാമ്, ചിന്തകളെ മുഴുവനും ഹറാം, ഹറാമിനെ തട്ടി തടഞ്ഞുകൊണ്ടുള്ള ജീവിതമായി പോയി റബ്ബേ. മാപ്പ് നൽകണേ അല്ലാ, മാപ്പ് നൽകണേ അല്ലാ. അല്ലാ, നിന്റെ മഹാന്മാരെ പുകഴ്ത്തുന്നത്, നിന്റെ മഹാന്മാരെ പുകഴ്ത്തുന്നത് ഞങ്ങളെ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള കാരണമാക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ വിളിച്ചേ മഹാനായ ഗൗസുല്ലാദങ്ങളെ, ഗൗസുല്ലാദങ്ങളുടെ മുഹിയദ്ദീമാല ചൊല്ലുകയാണ്, മുനാജാത്ത് ചൊല്ലുകയാണ് നല്ല നിയ്യത്തോടെ, നല്ല തഖ്വയോടെ. അല്ലാഹ് നമ്മളെ കാണുന്നുണ്ട്, അള്ളാന്റെ മഹാന്മാരെ സഹായം നമുക്കുണ്ട്. ആ ഉറപ്പോടെ കൂടെ പങ്കെടുക്ക. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാ തീരു പേരും സ്തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാമ്പ അലമുടയവൻ ഏകല്ലാരുളാലേ ആയേ മുഹമ്മദ വർഗീളെയാണോവ കളവ് പാറയല്ല എന്നും ചൊന്നാരേ കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവർ ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. വല്ല നീല തീന്നോ എന്നെ വിളിപ്പോർക്ക് വായ്കൂടാതു തീരം ചെയ്യും ഞാനെന്നോവ എന്നെ പിടിച്ചവ ഏതും പേടിക്കേണ്ട എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. കൈകളെല്ലാവരും ഉയർത്തിപ്പിടിക്കുക, എല്ലാവരും കൈകൾ ഉയർത്തിപ്പിടിക്കുക. മുഅ്മിനീങ്ങളെ ഗൗസുല്ലാദമിനെ കൊണ്ട് നമ്മൾ തേടുകയാണ്, അള്ളാനോട് തേടുകയാണ്. ഗൗസുല്ലാദമിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാനോട് നമ്മൾ തേടുകയാണ്. നല്ല ഇഖ്ലാസോടെ, നല്ല തഖ്വയോടെ, നല്ല നിയ്യത്തോടെ അവരെ കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ പരിഹരിച്ചു കിട്ടുമെന്ന ഉറപ്പ് നമ്മുടെ കൽബിൽ കൊണ്ടുവന്ന് എല്ലാവരും മുനാജാത്ത് ചൊല്ലണം. മുത്താൽ പാടച്ചതോനിയാവിൽ നിൽക്കുന്ന മുഹയ്യദ്ദീൻ കാവലിലെ കല്ലാ കാലം അസ്റായിൽ മൗത്ത് വാങ്ങും നാളിൽ കരുത്തർ മുഹയ്യദ്ദീൻ കാവലിലെ കല്ലാ പേടി പെരുത്ത കാബറാകം പോകും നാൾ പേർപ്പെട്ട മുഹയ്യദ്ദീൻ കാവലിലെ കല്ലാ സുർബിളി കേട്ടിട്ടൊക്കെ പുറപ്പെട്ടാൽ സുൽത്താൻ മുഹയ്യദ്ദീൻ കാവലിലെ കല്ലാ ചൊല്ല് ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. ഇളമോകമിട്ടാടുപ്പിച്ചോദിക്കും നാൾ എങ്കൾ മുഹയ്യദ്ദീൻ കാവലിലെ കല്ലാ ചൂട് പെരുത്ത താരമ്മൽ ഞാൻ നിൽക്കും നാൾ ചൊക്കർ മുഹയ്യദ്ദീൻ കാവലിലെ കല്ലാ നരകം മാതേളും കോരോദം മികച്ച നാൾ തലവർ മുഹയ്യദ്ദീൻ കാവലിലെ കല്ലാ തൂക്കം പിടിച്ച് കാണക്കെല്ലാം നോക്കും നാൾ തലവർ മുഹയ്യദ്ദീൻ കാവലിലെ കല്ലാ ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്.
ഖോജാ ശഫാഅത്തിൽ മുഹയ്യദ്ദീൻ തൻ കൂടെ കൂട്ട് സുബർഗത്തിൽ ആലം ഉടയോനേ ഖോജാ വേദാംബരേ മംഗലം കാണുവാൻ മംഗലവേളകൾ കാണുവാനേകല്ലാ ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാത്തി യാ അല്ലാഹ് എന്നെയും നിന്നോടെ ഉമ്മായും ബാബായും അറിവെ പാടിപ്പിച്ചേ ഉസ്താദ്മാരെയും എന്നെയും മറ്റുള്ള മുഅ്മിൻ എല്ലാരെയും എങ്കൾ നബിന്റെ ശഫാഅത്തിൽ കൂട്ടല്ലാ നല്ല സ്വലാവാത്തും നല്ല സലാമായും എങ്കൾ ഹബീബോരിൽ പെരിയോനെ നല്ല സ്വലാവാത്തും നല്ല സലാമായും എങ്കൾ ഹബീബോരിൽ പെരിയോനെ ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാത്തി യാ അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ് കബൂലാക്കണേ അല്ലാഹ് ഏറ്റെടുക്കണേ അല്ലാഹ് അല്ലാഹുവേ ഗൗസുൽ ആലമിന്റെ കാവല് നൽകണേ അല്ലാഹ് അവിടുത്തെ മദദ് നൽകണേ അല്ലാഹ് അവിടുത്തെ നസ്ർ നൽകണേ അല്ലാഹ് അവിടുത്തെ നദർ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലുന്നത് മഹാനായ ഖാജ തങ്ങളെ തവസ്സുൽ ബൈത്താണ് ഒരല്പമേ ചൊല്ലുന്നുള്ളൂ ആ ചൊല്ലുന്നത് നല്ല നിയ്യത്തോടെ എല്ലാവരും കൂടെ ചൊല്ലുക സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് تحميد وتشكير وتمجيد وتكثير بتحميد وتشكير وتمجيد وتكبير وتوحيد وتكثير بدأنا مدح أجمير مشهرة فضائله منورة فواضله موفرة دلائله ولي الهند أجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله سرى سيرا بلا فصل مريدا طالب الوصل إلى عثمان ذي الفضل ولي الهند أجميري كرامته عدت عدا عنايته غدت نداء هدايته سرت هدا ولي الهند أجميري ولي الهند أجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله على ياسين حبيب الله അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. മുഅ്മിനീങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ട് അല്ലേ? അള്ളാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലാ ഇന്ന ഔലിയാ അല്ലാഹി
ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹു അക്ബർ നൂറാനി അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹു ഗൗസുൽ അഅ്സം മുഹയ്യദ്ദീൻ പള്ളി പടി വലിറമി അല്ലാഹ്. കണ്ണിനു കണ്ണാം വലിയോരേ, കാതിൽ സുഖമൊഴുകും പേരേ, കൽബിൽ കുളിർമ പൊൻപൂവേ, പള്ളി പടി വലിറമി അല്ലാഹ്. പള്ളിപ്പടിയിൽ മറഞ്ഞോരേ, ഫളലുകളുടയ മഹാനോരേ, മാരിനുടയവനേകൾ തന്നെ ഇഷ്ട കനിയാം പൂമാനേ. അല്ലാഹു അക്ബർ നൂറാനി അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹു ഗൗസുൽ അഅ്സം മുഹയ്യദ്ദീൻ പള്ളി പടി വലിറളി അല്ലാഹ്. നാടിൻ ഇസ്സത്തായവരെ, ഇഷ്കിൽ വഴി ചേർന്നുള്ളവരെ, ഇഹ പരവിജയം നേടി സുബർക്കം തേടി മറഞ്ഞ മഹാനിധിയെ, ദുനിയാവെന്ന മരീചികതൽ മായിക വിട്ട് നടന്നോരേ, സൂക്കിൻ ചെളിവെള്ളക്കുളമകമിൽ അമ്പറു ചേർത്തൊരു പൊന്നൊടിയേ, ഉള്ളാൾ തങ്ങളെപ്പോലൊരു വലിയ എൻ വലിയാം പള്ളിപ്പടി വലിയ എന്നൊരു വാക്കിനുള്ളിലെ പൊരുട്, പാപികൾക്കാശ്വാസത്തിൻ തണല്, പൊന്നൊരു നീക്കൊരു പൊൻകനിയായി, നിങ്ങളിലാശ്രിത വത്സരരായി, ജല്ല ജലാലുടെ ഹുബ്ബോരായി, പള്ളി പടി വലിറളി അല്ലാഹ്. മുല്ലമലർ ഹാരച്ചമയം, പട്ടുവിരിച്ചൊരു പൊൻചമയം, കണ്ണിനു പൊൻകണിയാ സവിധം, പള്ളി പടി വലിറളി അല്ലാഹ്. അല്ലാഹു അക്ബർ നൂറാനി അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹു ഗൗസുൽ അഅ്സം മുഹയ്യദ്ദീൻ പള്ളി പടി വലിറളി അല്ലാഹ്. പള്ളി പടി വലിറളി അല്ലാഹ്. സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്ക് അല്ലാ. നീ ഞങ്ങളെ ഏറ്റെടുക്കുക അല്ലാ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ, ഇനി നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലേണ്ടത്, ഇനി എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലേണ്ടത് മുഅ്മിനീങ്ങളെ, മഹാനായ സിഎം വലിയുള്ളാന്റെ തവസ്സുൽ ബൈത്താണ്. അല്ലാ ഏറ്റെടുക്കണേ അല്ലാ, ഏറ്റെടുക്കണേ അല്ലാ, ഏറ്റെടുക്കണേ അല്ലാ. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله نحمد الله المجيب كل دعوات لنا لا لنا رب سواه إنه البر العلي ربنا صلى وسلم كل حالات على أحمد الهادي وآله والصحابي والولي نحن ندعو ربنا الكريم في توسلي واستغاثات بقرة عيننا مدعور ولي قد رجونا النصر والفتوح في أمورنا سيما في أمرنا بجاهكم مدعور ولي إننا نأتي إليكم للإزاحة ما بنا شدة ثم فتيا شيخنا مدعور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله كم مريض قد أتاه كامل الشفاء بكم ليس بالعلاج بل بالقول يا مدعور ولي كل عفريت وشيطان وجن ماردي أذهبا ونجنا يا كتبنا مدعور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله محمد رسول الله محمد رسول الله സ്വീകരിക്കണേ റഹ്മാനെ.
കബൂലാക്കണേ അല്ലാ, ഏറ്റെടുക്കണേ അല്ലാ, ഞങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ, ഇനി നമ്മൾ ചൊല്ലുന്നത് ഹബീബായ മുത്തുനബി തങ്ങളുടെ മൗലിദാണ്. മുത്ത് റസൂലുള്ളാഹിന്റെ മൗലിദാണ്. മുഅ്മിനീങ്ങളെ, നല്ല നിയ്യത്തോടെ തഖ്വയോടുകൂടെ ഇഖ്ലാസോടെ എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുصല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ صلوا عليه وسلموا تسليما. اللهم صل وسلم، اللهم صل وسلم وبارك عليه. بسم الله الرحمن الرحيم. قال ابن إسحاق لما كان اليوم السابع ذبح عنه جده عبد المطلب وقام بأمره كما يجب، ودعا قريشا وأطعمهم وأكرمهم، فلما أكلوا قالوا يا عبد المطلب ما سميت ابنك؟ قال سميته محمدا صلى الله عليه وسلم. فقالوا قد رغبت عن أسماء آبائك. قال أردت أن يحمده من على الغبراء محمدا سموا نبي الهدى وهو أحق الناس بالحمد، صلى عليه الله ما أشرقت شمس الضحى في ذلك السعد. فلما كان وقت ظهور أسراره وإشراق الكون بأنواره، فبينما آمنة رضي الله عنها في بيتها وحيدة مستأنسة ببركاته وهي فريدة ولم تشعر إلا وقد أشرق في بيتها النور وعمها الفرح والسرور، وأقبلت الملائكة والحور وحف حجرتها أنواع الطيور، وحفت حجرتها أنواع الطيور، وهي تسمع لازدحامهم واحتفالهم بقدوم الحبيب همسا، وكيف لا وسيد العالمين في بيتها أمسا. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. إن بيتا أنت ساكنه ليس محتاجا إلى سرج، صل رب العالمين على سيد الكونين وسرج وجهك والله حجتنا يوم يأتي الناس بالحجج، صل رب العالمين على سيد الكونين وسرج. ومريضا أنت زائره قد أتاه الله بالفرج، فزمن قد كنت بغيته وسما في أرفع الدرج، باذلا في الحب مهجته سامحا بالروح والمهج، صل رب العالمين على سيد الكونين وسرج. يا كريم الجود راحته فكفيت البحر واللجج، أنت منجينا من الحرق من لهيب النار والأجج، صل رب العالمين على سيد الكونين وسرج. ذنبنا ما حيل يمنعنا من ظروف الدمع والعجج، حبكم في قلبنا محو
من رئين الذنب والحرج صبق والله لم يخب لكمال الحسن والبهج صل رب العالمين على سيد الكونين والسرج إننا نرجو لشافعنا لصلاح الدين والنهج وهو نجانا من البلوى في بهوف العالم الأرض ربي وارزقنا زيارته قبل قبض الروح والخرج صل يا ربي على الهادي لسبيل الحق والفرج صل رب العالمين على سيد الكونين والسرج صلاة وتسليم وأزكى تحيتي على المصطفى صلوا عليه وسلموا സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കണേ അല്ലാ, ഏറ്റെടുക്കണേ അല്ലാ, ഞങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നല്ല നിയത്തിലിരിക്കുക. റസൂലുള്ളാന്റെ മാസം നമ്മിലേക്ക് കടന്നു വരാനിരിക്കുകയാണ്. മുത്ത് റസൂലുള്ളാന്റെ തിരുനോട്ടം കിട്ടണമെങ്കിൽ എന്ത് വേണം? നല്ല ആത്മാർത്ഥമായിട്ട് റസൂലുള്ളാനെ നിങ്ങൾ എൻ്റെ കൂടെ വിളിക്കണം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ ഇൻഷാ അല്ലാ. ഇനി നമ്മൾ ചൊല്ലുന്നത് സ്വലാത്തുൻ നൂറാണ് അല്ലേ? സ്വലാത്തുൻ നൂർ അള്ളാഹു സ്വീകരിക്കട്ടെ. നല്ല റാഹത്തിൽ സ്വലാത്തുൻ നൂർ എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചൊല്ലും. നല്ല ഇഖ്ലാസോട് കൂടെ പുന്നാര ഹബീബിന്റെ പൂമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചൊല്ലിപ്പഠിപ്പിച്ചു തന്ന സ്വലാത്താണ് അല്ലേ? എല്ലാവർക്കും അറിയാം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. മുത്തുനബിന്റെ തിരുനോട്ടം അള്ളാഹു നമ്മുടെ മജ്ലിസിൽ നൽകട്ടെ. അല്ലാഹുവേ, ഫാത്തിമ ബീവിന്റെ തിരുനോട്ടം നൽകണേ അല്ലാ. ജന്നത്തുൽ ബഖീഇൽ അന്തി ഉറങ്ങുന്ന ഫാത്തിമ ബീവിന്റെ മദദ് നൽകണേ അല്ലാ. ഫാത്തിമ ബീവിന്റെ നസ്ർ നൽകണേ അല്ലാ. ഫാത്തിമ ബീവിന്റെ നദർ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. അഴകുള്ള ഫാത്തിമ, അരുമപ്പൂ ഫാത്തിമ, അല്ലാന്റെ ദൂതരേ പൂമോള് ഫാത്തിമ, അലിയാര് തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ. അഴകുള്ള ഫാത്തിമ, അരുമപ്പൂ ഫാത്തിമ, അല്ലാന്റെ ദൂതരേ പൂമോള് ഫാത്തിമ, അലിയാര് തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ. മുത്തായ ദീനിൻ മാതൃക മഹിള ഫാത്തിമ, മുത്ത് റസൂലിൻ കരളിൻ്റെ കഷ്ണം ഫാത്തിമ. മുത്തായ ദീനിൻ മാതൃക മഹിള ഫാത്തിമ, മുത്ത് റസൂലിൻ കരളിൻ്റെ കഷ്ണം ഫാത്തിമ. തങ്കമാർന്ന പെൺകൊടി മങ്കമാരിലെ റാണി, താരങ്ങൾ പൂത്തപ്പോൾ ചിരിതൂകും സുന്ദരി. അഴകുള്ള ഫാത്തിമ, അരുമപ്പൂ ഫാത്തിമ, അല്ലാന്റെ ദൂതരേ പൂമോള് ഫാത്തിമ, അലിയാര് തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ. മന്നാന്റെ സ്വർഗ പൂവനത്തിലെ റാണി ഫാത്തിമ, മന്നാന്റെ സ്വർഗ പൂവനത്തിലെ റാണി ഫാത്തിമ, മതിലെങ്കും തങ്ക തിങ്കൾ ശോഭയേറും ഫാത്തിമ. മന്നാന്റെ സ്വർഗ പൂവനത്തിലെ റാണി ഫാത്തിമ, മതിലെങ്കും തങ്ക തിങ്കൾ ശോഭയേറും ഫാത്തിമ. അജബേറും മാൻമിഴി, അതബേറും തേൻമൊഴി, ആദായ റബ്ബിലായി ദിക്റേകുമൊത്തിരി. അഴകുള്ള ഫാത്തിമ, അരുമപ്പൂ ഫാത്തിമ, അല്ലാന്റെ ദൂതരേ പൂമോള് ഫാത്തിമ, അലിയാര് തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ.
എല്ലാവരും ഫാത്തിമ ബീവിന്റെ തിരുനോട്ടം കിട്ടണം അല്ലേ? അത്ര അദബിലും അത്ര ഒതുക്കത്തിലും അത്ര വലിയ അച്ചടക്കത്തിലും ജീവിച്ചവരാണ് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. അവസാനം തന്റെ പുതുമാരനോടുള്ള വസിയത്ത് എന്താണ് അവസാനമായി വഫാത്തിന്റെ മുമ്പ് പുതുമാരനോട് പറഞ്ഞ വസിയത്ത്? നിങ്ങൾ വേറെ കല്യാണം കഴിക്കരുത് കേട്ടോ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഓർത്തുകൊണ്ട് ജീവിക്കണം എന്നല്ല അല്ലേ? അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെന്താ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, ഞാൻ മരണപ്പെട്ട് കിടന്നാൽ എന്നെ വലിയ ശവമഞ്ച കൊണ്ട് മൂടണം, വലിയ ശവമഞ്ച കൊണ്ട് മൂടണം. പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ രാത്രിയാണ് എന്നെ വീട്ടിൽ നിന്നെടുക്കേണ്ടത്. മുഅ്മിനീങ്ങളെ എന്തിനാണെന്നറിയുമോ? മയ്യത്ത് കഫംപുടവ, മയ്യത്തിന്റെ കഫംപുടവ ഒരാളെ ധരിപ്പിച്ചാൽ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ആകൃതി കാണും. എന്റെ ശരീരത്തിന്റെ ആകൃതി അന്യ പുരുഷന്മാര് കാണരുതെന്ന് മനസ്സിലാക്കിയവരാണ് ബീവി ഫാത്തിമ. അവരാണ് നമ്മുടെ റോൾ മോഡല്, അവരാണ് നമ്മുടെ നേതൃത്വം. ആ റോൾ മോഡല് അല്ലാഹുവേ ജീവിതത്തിൽ ഞങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. അവിടുത്തെ ജീവിതം ഞങ്ങളുടെ ജീവിതത്തിലൊന്ന് കൊണ്ടുവരാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. എന്തൊരു സുന്ദരമായ ജീവിതം! മുഅ്മിനീങ്ങളെ, ഉപ്പ, അവിടുത്തെ ഉപ്പയായ റസൂലുള്ളാഹിന്റെ സാമ്യമുള്ള രൂപം, എന്തൊരു സുദൃഢം! അല്ലാഹുവേ അവരെ തിരുനോട്ടം നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ, നിങ്ങളെല്ലാവരും ചൊല്ലണം മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ചൊല്ലിയ സ്വലാത്ത്, സ്വലാത്തുൻ നൂർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചൊല്ല് اللهم صل على النور واهلي، 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 اللهم صل على النور واهلي. ചൊല്ല് മുഅ്മിനീങ്ങളെ, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ്. മദീനയിലേക്ക് എത്തിക്കണേ അല്ലാ, ഹബീബിന്റെ തിരുനോട്ടം നൽകണേ അല്ലാ, ഹബീബിന്റെ മദദ് നൽകണേ അല്ലാ, ഹബീബിന്റെ നസ്ർ നൽകണേ അല്ലാ. മദീന മദീന. മുഅ്മിനീങ്ങളെ, മദീനയെ ലക്ഷ്യം വെച്ചുകൊണ്ട് സ്വലാത്തുകൾ നമ്മുടെ ചുണ്ടിൽ ഇങ്ങനെ വിടരണം. മദീനയിലേക്ക് സ്വലാത്തുകൾ നമ്മുടെ ചുണ്ടുകളിൽ നിന്ന് ഒഴുകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നല്ല ഇഖ്ലാസിൽ അസ്മാഉൽ ഹുസ്ന ചൊല്ലാൻ നമുക്കൊക്കെ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. നല്ല ഇഖ്ലാസിൽ, നല്ല തഖ്വയിൽ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ അസ്മാഉൽ ഹുസ്ന എന്തൊക്കെ നിയ്യത്തുണ്ടോ
നല്ല തഖ്വയിൽ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ അസ്മാഉൽ ഹുസ്ന എല്ലാം എല്ലാവരും റെഡിയാണല്ലോ അല്ലേ? മുത്ത റസൂലുള്ളാഹിന്റെ മാസത്തിലേക്ക് അല്ലേ നമ്മളിങ്ങനെ കാലെടുത്ത് വെക്കാനിരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ ആ മാസത്തിലേക്ക് കാലെടുത്ത് വെക്കാനിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. ആ ബോധം എല്ലാവർക്കും ഉണ്ടല്ലോ, ആ ബോധം എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലേ? ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊക്കെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലുന്ന ഉമ്മമാരാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഒരു റബീഉൽ അവ്വൽ ഒരുപാട് സ്വലാത്തുകൾ മദീനയിലേക്ക് സമർപ്പിക്കാൻ നമുക്ക് കിട്ടണം അല്ലേ? മദീനയിലേക്ക് സമർപ്പിക്കാൻ ഒരുപാട് സ്വലാത്ത് ഉണ്ടായിരിക്കണം. അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. മദീന റൗള മുനവ്വറയിൽ അന്തിയുറങ്ങും ത്വാഹ റസൂലേ സലാം. മദീന റൗള മുനവ്വറയിൽ അന്തിയുറങ്ങും ത്വാഹ റസൂലേ സലാം. കരീമായോനേ ഖദീമായോനേ എൻ്റെ കൊതി വീട്ടി താ റഹീമായോനേ കരീമായോനേ ഖദീമായോനേ എൻ്റെ കൊതി വീട്ടി താ റഹീമായോനേ മരണം വന്നടുക്കും മുൻപേ എന്നെ മദീനത്തേക്കായി തുണക്ക് കോനേ എന്നെ മദീനത്തേക്കായി തുണക്ക് കോനേ. മദീന റൗള മുനവ്വറയിൽ അന്തിയുറങ്ങും ത്വാഹ റസൂലേ സലാം. മദീന റൗള മുനവ്വറയിൽ അന്തിയുറങ്ങും ത്വാഹ റസൂലേ സലാം. ഹബീബിന്റെ ചാരത്തെത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. ആമീൻ പറയുന്ന ഒരു മടി ഒരാളും കാണിക്കരുത് കേട്ടോ. നല്ല ഇഖ്ലാസിൽ ആമീൻ പറയുക. അല്ലാഹു മദീനയിലേക്ക് എത്തിക്കട്ടെ. ഹബീബായ മുത്ത് റസൂലുള്ളാഹിന്റെ പേരിൽ ധാരാളം ധാരാളം സ്വലാത്ത് ചൊല്ലി ധാരാളം സ്വലാത്ത് ചൊല്ലി മുത്തുനബിന്റെ യഥാർത്ഥ ആശയങ്ങളിൽ ഉൾപ്പെടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് പേര് മുമ്പ് ജീവിച്ചു പോയിട്ടുണ്ട് മുഅ്മിനീങ്ങളെ. റസൂലുള്ളാഹിനെ അകമഴിഞ്ഞ് സ്നേഹിച്ചവര്, റസൂലുള്ളാഹി നിൽക്കാൻ പറഞ്ഞാൽ പിന്നെ നടക്കാൻ അറിയാത്തവര് ജീവിച്ചു പോയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദിന്റെ പോർക്കളത്തിൽ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് മുത്തുനബിക്ക് നേരെ വന്ന അമ്പുകൾ സ്വന്തം ശരീരം കൊണ്ട് ഏറ്റുവാങ്ങി സ്വന്തം ശരീരത്തെ പരിചയാക്കിയ മുൻഗാമികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. റസൂലുള്ളാഹി ഖബറിൽ വരുമെന്ന് ഉറപ്പിച്ച് ഖബർ എഴുന്നേറ്റ് നിന്ന് റസൂലുള്ളാഹിനെ ബഹുമാനിക്കാൻ പാകത്തിന് കുഴിച്ചു വെച്ച മഹാന്മാര് ജീവിച്ചു പോയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തിയുറങ്ങുന്ന മദീന, മുത്തുനബിയുടെ പാദസ്പർശം പതിഞ്ഞ മദീന, ആ മദീനയിലൂടെ ഞാൻ ചെരുപ്പിട്ട് നടക്കൂല, റസൂലുള്ളാഹിന്റെ ചെരുപ്പ് പതിഞ്ഞടത്ത് എന്റെ ചെരുപ്പ് പതിയലോ അതെനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞ് ചെരുപ്പില്ലാതെ പൊള്ളുന്ന മണൽപ്പരപ്പിലൂടെ നടന്ന് യഥാർത്ഥ ഇഷ്ക് പഠിപ്പിച്ചു തന്ന മഹാന്മാര് മുൻപേ ജീവിച്ചു പോയിട്ടുണ്ട്. അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച് അവര് വിജയിച്ചു കഴിഞ്ഞു. ഇനി അവരെ ഓവർടേക്ക് ചെയ്യാൻ, അവരെ മറികടക്കാൻ നമ്മളെ കൊണ്ട് കയ്യോ മുഅ്മിനീങ്ങളെ? കയ്യോ? ഒരിക്കലുമില്ല. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുണ്ട്, ധീരനിൽ ധീരനായ ഉമർ. ആകെ പതറിപ്പോയത്, പഠിച്ചു വെച്ചോ, ആകെ പതറിപ്പോയത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ള ആ വാർത്ത കേട്ടപ്പോഴാ എന്റെ ഹബീബ് മരിക്കുകയോ, എന്റെ ഹബീബ് ഈ ലോകത്തോട് വിട പറയുകയോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ തല ഈ ഉമറിന് വെട്ടിയെടുക്കുമെന്ന് പ്രഖ്യാപിച്ചില്ലേ ഉമർ ഇബ്നുൽ ഖത്താബ്? സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. മദീനയിൽ
നല്ല സുഗന്ധമുള്ള ബാങ്കുലി മുഴക്കിയ ബിലാൽ ഇബ്നു അബി റബാഹ് അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് വിട പറഞ്ഞപ്പോ ആ നാട്ടിൽ നിന്ന് ആ ബാങ്കുലി മുഴക്കാൻ അവിടുത്തെ ശബ്ദത്തിനെ കൊണ്ട് കഴിയാതെ വന്നില്ലേ മുഅ്മിനീങ്ങളെ? ശാമിലേക്ക് യാത്ര പോയില്ലേ? അങ്ങനെ ഇങ്ങെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് സ്വഹാബത്ത് അതാ അവിടുത്തെ തോട്ടത്തിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് അറിയുന്നത് എന്ത്? റസൂലുള്ളാഹിന്റെ ആ വിയോഗം. റസൂൽ ലോകത്തോട് വിട പറഞ്ഞു. ആ സമയത്ത് അതാ രണ്ട് കണ്ണും അല്ലാഹുവേ മുത്തുനബി തങ്ങളെ കണ്ട ഈ കണ്ണുകൊണ്ട് ഇനി വേറൊരാളെ കാണാൻ എനിക്ക് ഇട വരരുത് എന്ന് പറഞ്ഞ് അള്ളാഹിനോട് ദുആ ചെയ്ത് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തിയ ചരിത്രം നമ്മുടെ മുമ്പിലില്ലേ? ഉഹദിന്റെ പോർക്കളത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുൻപല്ല് പൊട്ടിയതറിഞ്ഞ് തന്റെ വായയിലുള്ള മുഴുവനും പല്ലും അതാ കല്ലുകൊണ്ട് കുത്തി പൊട്ടിച്ചു കളഞ്ഞ സ്വഹാബത്ത് ജീവിച്ചു പോയില്ലേ? അങ്ങനെ സ്നേഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയോ മുഅ്മിനീങ്ങളെ? ഇതുപോലെ റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയോ മുഅ്മിനീങ്ങളെ? ഒന്ന് ആലോചിച്ചു നോക്ക്. ഈ ആഖിർ സമാനിൽ ജീവിക്കുന്നവൻ ദീനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ കനൽ കട്ട തീക്കട്ട കയ്യിൽ പിടിച്ചവനെ പോലെയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. രക്ഷപ്പെടാൻ മാർഗമേത്? അവസാനത്തെ കച്ചിത്തുരുമ്പേത്? നമുക്ക് രക്ഷപ്പെടാൻ ഏതുണ്ട് മാർഗം? ചൊല്ലിക്കോ സയ്യിദുൽ വജൂദായ തങ്ങളെ പേരിൽ സ്വലാത്ത്. അതും ആ ഹബീബിന്റെ തിരപ്പിറവി കൊണ്ട് അനുഗ്രഹീതമായ മാസം, അതിനെ വരവേറ്റുകൊണ്ട് ചൊല്ല് സ്വലാത്ത്. അടുത്ത മാസം മുഴുവനും സ്വലാത്തിലായി ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. അൽഹംദുലില്ലാ. ഇന്ന് ഒരു ഉമ്മ വിളിച്ചിട്ട് എല്ലാ ദിവസവും 40 നാരിയത്ത് സ്വലാത്ത് ഇല്ലും. രക്ഷപ്പെടാനൊന്നും വേണ്ട. 40 നാരിയത്ത് സ്വലാത്ത് ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവേ പടച്ച റബ്ബേ, ഹബീബിനോടുള്ള യഥാർത്ഥ ഇഷ്ക് നിങ്ങളെ മനതലങ്ങളിൽ രൂഢമൂലമാക്കണേ അല്ലാഹ്. നിങ്ങളെ മനസ്സിന്റെ അകത്തളത്തിൽ ഹബീബിന് വലിയൊരു സ്നേഹം കൊടുക്കുന്ന സാഹചര്യം നൽകണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, ഇനി അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന്റെ തിരുനാമങ്ങൾ, ഏറെ ശ്രേഷ്ഠമാക്കപ്പെട്ട നാമങ്ങൾ, ഏറെ പവിത്രതയുള്ള നാമങ്ങൾ നിങ്ങൾ എൻ്റെ കൂടെ എല്ലാവരും ചൊല്ലണം. അല്ലാഹു സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ. യാ അല്ലാഹ് ചൊല്ല്. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്, യാ ഖുദ്ദൂസ് യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ്, യാ മുഅ്മിനു യാ അല്ലാഹ്, യാ മുഹൈമിനു യാ അല്ലാഹ്, യാ അസീസു യാ അല്ലാഹ്, യാ ജബ്ബാറു യാ അല്ലാഹ്, യാ മുതകബ്ബിറു യാ അല്ലാഹ്, യാ ഖാലിഖു യാ അല്ലാഹ്, യാ ബാരിഉ യാ അല്ലാഹ്, യാ മുസവ്വിറു യാ അല്ലാഹ്, يا غفار يا الله، يا قهار يا الله، يا وهاب يا الله، يا رزاق يا الله، يا فتاح يا الله، يا عليم يا الله، يا قابل يا الله، يا باسط يا الله، يا خافض يا الله، يا رافع يا الله، يا معز يا الله، يا مذل يا الله، يا سميع يا الله، يا بصير يا الله، يا حكم يا الله، يا عدل يا الله، يا لطيف يا الله، يا خبير يا الله، يا حليم يا الله، يا عظيم يا الله، يا غفور يا الله، يا شكور يا الله، يا علي يا الله، يا كبير يا الله، يا حفيظ يا الله، يا مقيت يا الله، يا حسيب يا الله، يا جليل يا الله، يا كريم يا الله، يا رقيب يا الله، يا مجيب يا الله، يا واسع يا الله، يا حكيم يا الله، يا ودود يا الله، يا مجيد يا الله، يا باعث يا الله، يا شهيد يا الله، يا حق يا الله، يا وكيل يا الله، يا قوي يا الله، يا متين يا الله، يا ولي يا الله، يا حميد يا الله، يا محصي يا الله، يا مبدئ يا الله، يا معيد يا الله، يا محيي يا الله، يا مميت يا الله، يا حي يا الله، يا قيوم يا الله، يا واجد يا الله، يا ماجد يا الله، يا واحد يا الله، يا أحد يا الله، يا صمد يا الله، يا قادر يا الله، يا مقتدر يا الله، يا مقدم يا الله، يا مؤخر يا الله، يا أول يا الله، يا آخر يا الله، يا ظاهر يا الله، يا باطن يا الله، يا والي يا الله، يا متعالي يا الله،
യാ ബർറു യാ അല്ലാഹ്, യാ തവ്വാബു യാ അല്ലാഹ്, യാ മുൻതഖിമു യാ അല്ലാഹ്, യാ അഫൂ യാ അല്ലാഹ്, യാ റഊഫു യാ അല്ലാഹ്, യാ മാലിക്കൽ മുൽക്കി യാ അല്ലാഹ്, യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്, യാ മുഖ്സിതു യാ അല്ലാഹ്, യാ ജാമിഉ യാ അല്ലാഹ്, യാ ഗനിയു യാ അല്ലാഹ്, യാ മുഗ്നി യാ അല്ലാഹ്, യാ മാനിഉ യാ അല്ലാഹ്, യാ അല്ലാഹു യാ അല്ലാഹ്, യാ നാഫിഉ യാ അല്ലാഹ്, യാ നൂറു യാ അല്ലാഹ്, യാ ഹാദി യാ അല്ലാഹ്, യാ ബദീഉ യാ അല്ലാഹ്, യാ ബാഖി യാ അല്ലാഹ്, യാ വാരിസു യാ അല്ലാഹ്, യാ റഷീദു യാ അല്ലാഹ്, യാ സബൂറു യാ അല്ലാഹ്, അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ചൊല്ല് അൽഹംദുലില്ലാഹ് 11 തവണ. അൽഹംദുലില്ലാഹ്, 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 സുമ്മ അൽഹംദുലില്ലാഹ്. മുഅ്മിനീങ്ങളെ, പടച്ച റബ്ബിനോട് എത്ര 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 തവണ ഹംദ് പറഞ്ഞാലും മതിയാവില്ലല്ലോ മുഅ്മിനീങ്ങളെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ കൈവെള്ളയിലുള്ള ഈ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, ആ മൊബൈൽ ഫോൺ നിങ്ങൾ ഉപയോഗിക്കുന്നത് അസ്മാഉൽ ഹുസ്ന ചൊല്ലാനാണ്, സ്വലാത്ത് ചൊല്ലാനാണ്. എത്ര എത്ര മുസ്ലിമീങ്ങളുണ്ട് മുഅ്മിനീങ്ങളെ, റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നവര്, അനാവശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അനാവശ്യമായി സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്നവര്. അള്ള നിങ്ങൾക്ക് തന്നത് വലിയ ഭാഗ്യമല്ലേ? അള്ള നിങ്ങൾക്ക് തന്നത് വലിയ ഭാഗ്യമല്ലേ? ഈ മൊബൈൽ ഫോൺ കൊണ്ട് അള്ള പൊരുത്തപ്പെടുന്ന നിലക്ക് ഉപയോഗിക്കുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമല്ലേ മുഅ്മിനീങ്ങളെ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആര് കളിയാക്കിയാലും, ആര് എതിർത്താലും, ആര് നിരുത്സാഹപ്പെടുത്തിയാലും, ആര് കുറ്റം പറഞ്ഞാലും, ആര് ഒറ്റപ്പെടുത്തിയാലും നമ്മുടെ കൽബ് അല്ലാഹ്ക്ക് കൊടുത്ത് ചെയ്യുന്ന ആരാധനകൾ വെറുതെയാകൂല. നമ്മളെ കൽബ് നല്ല ഇഖ്ലാസുള്ള കൽബാണെങ്കിൽ, പടച്ച റബ്ബിന് കൊടുത്തിട്ടാണ് നമ്മൾ അമൽ ചെയ്യുന്നതെങ്കിൽ മുഅ്മിനേ വെറുതെയാകൂല. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. നിയത്ത് നല്ലതെങ്കിലെന്തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. മുഅ്മിനീങ്ങളെ, നല്ല നീയത്തോടുകൂടെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും. എന്ത് വേണം? നീയത്ത് നന്നാക്കണം, നീയത്ത് നന്നാക്കണം, നീയത്ത് നന്നാക്കണം. നിങ്ങൾ വന്നത് നല്ല നീയത്തോടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരമുണ്ട്. നിങ്ങൾ വന്നത് നല്ല നീയത്തോടെയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരമുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹ് സ്വീകരിക്കണേ, അല്ലാഹ് കബൂലാക്കണേ, അല്ലാഹ് ഏറ്റെടുക്കണേ, അല്ലാഹ്. ഇനി എല്ലാവരും കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചെന്റെ കൂടെ ചൊല്ലിക്കയ അല്ലാഹു യാ അല്ലാഹു ഫരിജ്നാ മിൻ വാബാ, യാ അല്ലാഹു യാ അല്ലാഹു ഫരിഹ്നാ ബിന്നൂബാ ബി അസ്മാഇകൽ ഹുസ്നാ ഉൻസുർനാ യാ അല്ലാഹ് അജ്ജിൽനാ ബിൽ ഫത്ഹി യാ അല്ലാഹു യാ അല്ലാഹ്. അല്ലാഹ് പടച്ച റബ്ബേ, ഞങ്ങൾ രണ്ടാമത്തെ അസ്മാഉൽ ഹുസ്ന 99 നിന്റെ ശ്രേഷ്ഠമാക്കപ്പെട്ട നാമങ്ങൾ ചൊല്ലുകയാണ്. ഞങ്ങളെ മനസ്സിലൊക്കെ ഓരോരോ ഉദ്ദേശങ്ങളുണ്ട്. എല്ലാം നീ അറിയുന്നവനാണ്, കാണുന്നവനാണ്. ഞങ്ങൾ പറയേണ്ടതില്ല, ഞങ്ങളെ അഡ്രസ്സ് ബോധിപ്പിക്കേണ്ടതില്ല, ഞങ്ങളെ നാമങ്ങൾ പറയേണ്ടതില്ല. അല്ലാഹുവേ, ഞങ്ങളെ സ്ഥലം പറയേണ്ടതില്ല. ഞങ്ങളെ നാടും വീടും സ്ഥലവും എല്ലാം അറിയുന്നവനാണ് നീ. അല്ലാഹുവേ, ഞങ്ങളെ സദുദ്ദേശങ്ങൾ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഹാസിലാക്കണേ അല്ലാഹ്. കബൂലിയത്ത് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഈ രണ്ടാമത്തെ അസ്മാഉൽ ഹുസ്ന നിയത്താക്കിക്കോ. രോഗങ്ങളുള്ളവരൊക്കെ മാറണമെന്ന് എല്ലാവരും, രോഗങ്ങളുള്ള ആളുകളൊക്കെ, അതുപോലെ തന്നെ രോഗങ്ങളില്ലാത്ത ആളുകൾ. ഞങ്ങൾക്ക് രോഗമല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ നിയത്ത് വെക്കുന്നില്ല എന്ന് പറയണ്ട. നമ്മുടെ ഭാവി ജീവിതത്തിൽ രോഗങ്ങൾ വരരുത് എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? അസ്മാഉൽ ഹുസ്ന നിയത്താക്കുക. ഇപ്പോൾ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അവരൊരിക്കലും വിചാരിച്ചിട്ടില്ല എനിക്ക് ഈ രോഗം വരുമെന്ന്. ക്യാൻസർ ഉള്ളവർ, ട്യൂമർ ഉള്ളവർ, ഇതൊക്കെ അള്ളാഹു കൊടുക്കുമ്പോൾ വല്ലാതെ അല്ലേ, അള്ളാഹിന്റെ പരീക്ഷണാണ്, വല്ലാതെ അള്ളാഹ് പരീക്ഷിക്കുന്നതാണ്. ആ ബോധം നമുക്ക് വേണം.
അത്തരം പരീക്ഷണങ്ങൾ താങ്ങാനുള്ള ഈമാനൊന്നും നമുക്കില്ല അല്ലേ? അള്ളാഹു ഈമാൻ നൽകട്ടെ, അള്ളാഹ് പവറുള്ള ഈമാൻ നൽകട്ടെ. അള്ളാഹ് എന്ന് 1000 തവണ ഓരോ ദിവസം ചൊല്ലി നോക്ക്. ഒരാളെ കൊണ്ട് പഴപ്പിക്കാൻ പിന്നെ കഴിയൂല. ആര് പഴപ്പിച്ചാലും പിന്നെ അവൻ പഴക്കൂല. അത്രയും വലിയ പവറുള്ള ഈമാൻ അള്ളാഹ് തരും. അചഞ്ചലമായ കെട്ടുറപ്പുള്ള ഈമാൻ. ഗൗസുല്ലാദ് തങ്ങളെ ചതിക്കാൻ വേണ്ടിയിട്ട് ഇബ്ലീസ് വേറെ രൂപത്തിൽ ഞാൻ റബ്ബാണ് എന്ന് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ് പൊളിച്ചടുക്കിയില്ലേ. അതെന്തുകൊണ്ടാ ഒരു വെള്ളപ്രകാശം ഇങ്ങനെ വന്നിട്ട് ഞാൻ റബ്ബാണ് എന്ന് പറയാ. ആരോട് പറയുന്നു? ഗൗസുല്ലാദമിനോട്. സുബ്ഹാനല്ലാഹ്. ഗൗസുല്ലാദം തങ്ങള് അതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് അതിനെ മാറ്റപ്പെടുത്തി എന്നുള്ളത് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഈമാന്റെ ഒരല്പമെങ്കിലും അള്ളാഹ് നമുക്ക് തരട്ടെ. ഒരല്പം. ഓലൊക്കെ ഈമാൻ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഈമാനാണ്. അതിൽ നിന്ന് ഒരല്പം കിട്ടിയാൽ തന്നെ നമ്മൾ രക്ഷപ്പെടും, നമ്മൾ കഴിച്ചിലാവും. അള്ളാഹു ഭാഗ്യം തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവ അല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ്. يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا الله يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد. ചൊല്ല് മുഅ്മിനീങ്ങളെ, നല്ല നിയ്യത്തോടെ ചൊല്ല്, നല്ല തഖ്വയോടെ ചൊല്ല്, കൽബറിഞ്ഞ് ചൊല്ല്. നാവ് കൊണ്ട് വെറുതെ ഇങ്ങനെ പറച്ചിലല്ല, കൽബ് കൊടുത്ത് ചൊല്ല്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് 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 സുമ്മ അൽഹംദുലില്ലാഹ്. يا الله يا الله
ഫർജിനാ മിൻ വബാ യാ അല്ലാഹു യാ അല്ലാഹു ഫർഹനാ ബിന്നൂബാ ബി അസ്മാഇകൽ ഹുസ്നാ ഉൻസുർനാ യാ അല്ലാഹ് അജിൽനാ ബിൽ ഫത്ഹി യാ അല്ലാഹു യാ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ 100 ആളുകളോട് വെറുപ്പുണ്ടോ, വിദ്വേഷമുണ്ടോ, പകയുണ്ടോ? നിങ്ങളുടെ അസ്മാഉൽ ഹുസ്ന പടച്ച റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമല്ല. അതാദ്യം മനസ്സിലാക്കിയിട്ട് വെറുപ്പ് മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞേക്ക്. മുഅ്മിനീങ്ങളെ, പലരും പലപ്പോഴായി പല സമയങ്ങളിലായി സന്ദർഭങ്ങളിലായി നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. അത് പുറത്തു കൊടുക്കുന്നിടത്താണ് അള്ളാന്റെ സ്വഭാവം നമുക്കുണ്ടാകുന്നത്. അത് പുറത്തു കൊടുക്കുന്നിടത്താണ് റസൂലുള്ളാന്റെ സ്വഭാവം നമുക്കുണ്ടാകുന്നത്. അത് പുറത്തു കൊടുക്കുന്നിടത്താണ് മഹാന്മാരുടെ സ്വഭാവം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മുഅ്മിനീങ്ങളെ, മഹാനായ സുബ്ഹാനല്ലാഹ് 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ വളരെ പ്രധാനിയായ അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി സുബ്ഹാനല്ലാഹ് വലിയ ദർസ് നടത്തിയിരുന്ന ലോകമറിയപ്പെട്ട പ്രശസ്ത പണ്ഡിത കുലപതിയാണ്. സുബ്ഹാനല്ലാഹ് തന്റെ വീട്ടിലേക്ക് ദർസിൽ നിന്ന് ലീവിന് വരുമ്പോ അയൽവാസി എപ്പോഴും തെറി പറഞ്ഞ് പാട്ട് പാടുകയാണ്. തെറി പറഞ്ഞ് പാട്ട് പാടി അവരെ ഉപദ്രവിക്കുകയാണ്. അവിടെ നിന്ന് മൈൻഡ് ചെയ്യാൻ പോകൂല. ആ കള്ളുപൊടിയന് മറുപടി പറയാൻ പോകൂല. കാര്യമെന്ത്? വിവരദോഷികളെ തൊട്ട് നിങ്ങൾ തിരിഞ്ഞു കളയണമെന്ന ഖുർആനിന്റെ പ്രഖ്യാപനം ഹൃദയത്തിലേറ്റിയ മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി ആ കള്ളുകുടിയന് മറുപടി പറയാൻ പോകൂല. കള്ളുകുടിയന് മറുപടി പറയാൻ പോകൂല. അങ്ങനെ ഒരു ദിവസം തന്റെ വീട്ടിലേക്ക് മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി കടന്നു വരുമ്പോ എല്ലാ സമയത്തും ആ തെറിപ്പാട്ട് കേൾക്കാറുണ്ടല്ലോ. ഈ പ്രാവശ്യം വരുമ്പോ ആ കള്ളുകുടിയന്റെ തെറിപ്പാട്ടില്ല. ആ കള്ളുകുടിയനെ കാണാനില്ല. സുബ്ഹാനല്ലാഹ്. നമ്മളാണെങ്കിൽ അൽഹംദുലില്ലാഹ് പറയുമല്ലോ. മഹാനായ അബൂ ഹനീഫ തങ്ങൾ കള്ളുകുടിയനെ തെരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. കാണുന്നവരോട് ചോദിക്കുന്നു, എന്റെ അയൽവാസിയായ മനുഷ്യനെ നിങ്ങൾ കണ്ടുവോ? അദ്ദേഹത്തെ നിങ്ങൾ കണ്ടുവോ? നിങ്ങൾ കണ്ടുവോ എന്ന് ചോദിച്ച് നടക്കുകയാണ്. അങ്ങാടിയിൽ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. അവിടെ പ്രശ്നമുണ്ടാക്കിയിട്ട് പോലീസുകാര് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അവിടെ നിന്ന് നേരെ സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടുത്തെ ഏമാമാരൊക്കെ കണ്ടപ്പോ ചാടി എഴുന്നേൽക്കുകയാണ്. വലിയ പ്രശസ്തനായ പണ്ഡിതനാണ് ആ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. എല്ലാവരും ആദരിക്കുകയാണ്. ഇരിക്കാൻ ഇരിപ്പിടം ഒരുക്കി കൊടുക്കുകയാണ്. തങ്ങൾ ഇവിടെ ഇരിക്കണം, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? ഒന്ന് വിളിപ്പിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ അവിടെ വരുമായിരുന്നല്ലോ എന്നുള്ള നിലക്കുള്ള ബഹുമാന വാക്യങ്ങളാണ്. അതാ അവിടെ നിന്ന് പറയുന്നു, ആ പോലീസുകാരോട് പറയുന്നു, നിങ്ങൾ എൻ്റെ അയൽവാസിയെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ജാമ്യത്തിലെടുക്കാൻ വന്നതാണ് ഞാൻ. സുബ്ഹാനല്ലാഹ്. ഒരു കള്ളുകുടിയന് ജാമ്യം നിൽക്കാൻ വേണ്ടി വന്നതാര്? ലോക പ്രശസ്ത പണ്ഡിതൻ, ആധികാരിക പണ്ഡിതൻ, 4 മദ്ഹബിൽ വളരെ പ്രധാനപ്പെട്ട മദ്ഹബിന്റെ ഇമാം. സുബ്ഹാനല്ലാഹ്. മഹാനുഭാവനതാ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹത്തെ ജാമ്യത്തിൽ എടുക്കുകയാണ്. ആ മനുഷ്യനാകെ അമ്പരന്ന്, ആ മനുഷ്യനാകെ അന്താളിച്ച് നിൽക്കുകയാണ്. ആരാണ് എന്നെ രക്ഷപ്പെടുത്താൻ ഈ വന്നിരിക്കുന്നത്? ഞാൻ എപ്പോഴും കാണുമ്പോ തെറി പറഞ്ഞ് പാട്ടുപാടിയിരുന്ന ഈ മനുഷ്യനാണോ? സുബ്ഹാനല്ലാഹ്. ഇദ്ദേഹത്തെയാണോ ഞാൻ ഇത്രമേൽ നോവിച്ചിരുന്നത്? പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടുകയാ. സുബ്ഹാനല്ലാഹ്. ധാർമ്മികതയിലേക്ക് അധർമ്മം വിട്ട് കടന്നു വരികയാ. സുബ്ഹാനല്ലാഹ്. ധർമ്മത്തിന്റെ ചിന്ത അവിടുത്തെ മനസ്സിൽ രൂഢമൂലമാവുകയാ. അവിടുന്ന് പറയുന്നു, സുബ്ഹാനല്ലാഹ്. മുഅ്മിനീങ്ങളെ, മഹാനായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങൾ ആ കള്ളുകുടിയനോട് പറയുന്നു, മോനെ, നീ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റിലായിരിക്കുന്ന സമയത്ത്, ഈ ലോക്കപ്പിൽ നീ കഴിഞ്ഞ സമയത്ത് നിന്റെ വീട്ടുകാരവിടെ പട്ടിണിയായിരുന്നു കേട്ടോ.
അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് അവിടുത്തെ കീശയിലുള്ള കാശ് എടുത്ത് കൊടുത്തിട്ട് സുബ്ഹാനല്ലാഹ് അങ്ങാടിയിലേക്ക് പറഞ്ഞേക്കുകയാണ്. ആ മനുഷ്യനതാ അന്താളിച്ചുകൊണ്ട് അന്തം വിട്ടുകൊണ്ട് മഹാനുഭാവന്റെ മുഖത്ത് നോക്കി എന്ത് പറയണമെന്നറിയാതെ വിതുമ്പി നിൽക്കുകയാണ്. മുഅ്മിനീങ്ങളെ, ഒരൊറ്റ ചോദ്യം അങ്ങ് ചോദിക്കുകയാണ്, തങ്ങളെ നിങ്ങളെ ദർസിലേക്ക് ഞാനും ഒന്ന് ഓതി പഠിക്കാൻ വരട്ടെയോ? നിങ്ങളെ ദർസിൽ എന്നെ ഒന്ന് എടുക്കുമോ? സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഇൽമിന്റെ പാന്താവിലേക്ക് സുബ്ഹാനല്ലാഹ് ഒരു വെള്ളരിപ്രാവിനെ പോലെ ജനങ്ങൾ മുഴുവനും കള്ളുകുടിയനെന്ന് മുദ്രകുത്തി ഒഴിവാക്കിയ മനുഷ്യനെ കടത്തി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള ഒരേ ഒരു കാരണം അവിടുത്തെ വിശിഷ്ടമാക്കപ്പെട്ട സ്വഭാവമാണ്. സ്വഭാവം നന്നായാലേ മുഅ്മിനീങ്ങളെ നമുക്കെല്ലാവരെയും നന്നാക്കാൻ കഴിയുള്ളൂ. നമ്മൾ കർക്കശക്കാരനാണെങ്കിൽ, മൂർഖനെ പോലെ ചീറ്റുന്നവനാണെങ്കിൽ നമ്മളെ കണ്ട് വേറൊരുത്തന് നന്നാവൂല. വയല് പറയാൻ നല്ല സുഖമുള്ള കാര്യമാണ്, പക്ഷേ ജീവിതത്തിൽ കൊണ്ടുവരാനാണ് നമുക്കൊക്കെ പണി, അല്ലേ? നല്ല മൂർഖനെ പോലെ ചീറ്റുന്ന ആ സ്വഭാവം വയത് പറയുമ്പോ നല്ല സുഖാണ്, ഇത് ജീവിതത്തിൽ കൊണ്ടുവരാനാണ് വലിയ പണി. വയത് പറയുമ്പോ നിങ്ങൾ ക്ഷമിക്ക്, സഹിക്ക്, റാബിത്തു, നിങ്ങൾ അതിന്റെ മേൽ കടിച്ചു പിടിച്ച് നിൽക്കി, നിങ്ങൾക്ക് സ്വർഗമുണ്ട്, ഇതൊക്കെ കേൾക്കുമ്പോഴും വലിയ സുഖാണ്, ഇത് പറയാനും വലിയ സുഖാണ്. പക്ഷേ ദേഷ്യം വരുമ്പോ മനസ്സിനെ, ശരീരത്തിനെ പിടിച്ചു നിർത്താൻ ആരെക്കൊണ്ട് കഴിയുന്നുണ്ടോ അവനാണ് ശക്തൻ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളാ പറഞ്ഞത്. ഗുസ്തിയിൽ ജയിക്കുന്നവനല്ല ശക്തൻ, മറിച്ച് ദേഷ്യം വരുന്ന സമയത്ത് തന്റെ ശരീരത്തെ പിടിച്ചു നിർത്താൻ കഴിയുന്നവനാരോ അവനാണ് യഥാർത്ഥ ശക്തൻ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നമ്മുടെ ആ ദേഷ്യം, വാശിയും, ആ കുശുമ്പും, ആ കിബറും അതൊക്കെ അങ്ങ് ഇറക്കി വെച്ച് ആ ബാണ്ടക്കെട്ട് നമ്മുടെ തലയിൽ നിന്ന് താഴെ ഇറക്കി വെച്ചിട്ട് ഒരു പുതിയ മനുഷ്യനാകാൻ നമ്മൾ ശ്രമിക്കുക. അയ്യുൽ മുഅ്മിനീന അഫ്ളലു യാ റസൂലല്ലാഹ്, ഏറ്റവും നല്ല മുഅ്മിനായ മനുഷ്യൻ ആരുണ്ട് നബിയേ? സ്വഹാബത്തിന്റെ ചോദ്യം. അള്ളാന്റെ റസൂൽ പറഞ്ഞു, മണിമാളികൾ പടുത്തുയർത്തിയവനാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠനായ മനുഷ്യൻ. പറഞ്ഞില്ല, പളപളാമിനുങ്ങുന്ന കതറിട്ട വസ്ത്രം ധരിച്ച് നടക്കുന്നവനാണ് ഏറ്റവും വിശിഷ്ടമാക്കപ്പെട്ട വ്യക്തി. അള്ളാന്റെ റസൂൽ പറഞ്ഞില്ല. 2025 എന്ന് പറയുന്ന ഒരു കാലം വരാനുണ്ട്, റോൾസ് റോയ്സിൽ നടക്കുന്നവനാണ് അപ്പൊ ഏറ്റവും നല്ല പവർ ഉള്ളവൻ എന്ന് മുത്തുനബി പറഞ്ഞില്ല. റാഡോ വാച്ച് കെട്ടുന്നവനാണെന്ന് പറഞ്ഞില്ല. മുഅ്മിനീങ്ങളെ, നല്ല സൗന്ദര്യവാനാണ് ഏറ്റവും നല്ല മനുഷ്യനെന്ന് പറഞ്ഞില്ല. ലോകത്തിന്റെ നേതാവേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? അഹ്സനുഹും ഖുലുഖാ, ഏറ്റവും നല്ല നിലക്ക് പെരുമാറുന്നവനാണ്, ഏറ്റവും നല്ല നിലക്ക് ഇടപഴകുന്നവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ. ഹബീബായ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു തന്നതാണ് സ്വഭാവ ദൂഷ്യം സോദരാ ഒരു പാപമാ, ഹസനാത്തു കുല്ലും തന്നെ അതിനാൽ വിഫലമാ. രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, എല്ലാ മാസവും ഓരോ ഖത്മ് നിർവഹിക്കുന്നുണ്ട്. നിന്റെ പേരിൽ നാട്ടിലുടനീളം പള്ളികളാണ്, അനാഥാലയങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, അതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട. നിന്റെ സ്വഭാവം വളരെ മോശമാണെങ്കിൽ, നിന്റെ ഭാര്യയോട് മോശമായിട്ടാണ് നീ പെരുമാറുന്നതെങ്കിൽ, നിന്റെ അയൽവാസിയോട് മോശമായിട്ടാണ് നീ പെരുമാറുന്നതെങ്കിൽ, നിന്റെ സുഹൃത്തിനോട് നീ മോശപ്പെട്ട നിലക്കാണ് പെരുമാറുന്നതെങ്കിൽ, നിന്റെ മക്കൾക്ക് നീ ഒരു റോൾ മോഡൽ അല്ലാത്ത മനുഷ്യനാണെങ്കിൽ, മോനെ വെറുതെയാണ് കേട്ടോ, വെറുതെയാണ് കേട്ടോ, വെറുതെയാണ്. അല്ലാഹു നന്നാക്കി തരട്ടെ, അല്ലാഹു നന്നാക്കി തരട്ടെ, അല്ലാഹു നന്നാക്കി തരട്ടെ. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നന്മ കൊണ്ട് ജീവിതത്തെ അടയാളപ്പെടുത്താൻ നൂറുൽ ഹുദാ മജ്ലിസ് നമുക്ക് ഉപകരിക്കണം. നന്മ കൊണ്ട് ജീവിതത്തെ അടയാളപ്പെടുത്താൻ തിന്മകൾ പാടെ നമ്മുടെ മനസ്സിൽ നിന്ന് വലിച്ചെറിയണം. നമ്മുടെ കൽബ് വിശുദ്ധിയുള്ള കൽബാകണം. സ്വലാത്ത് കൊണ്ട് നമ്മുടെ കൽബ് ഇങ്ങനെ ലംഘനം, പളുങ്ക് ലംഘുന്നത് പോലെ നമ്മുടെ കൽബ് ലംഘാൻ, നമ്മൾ ദോഷങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ സ്വലാത്ത് നമ്മുടെ ചുണ്ടുകളെ കൊണ്ട് ഇങ്ങനെ മന്ത്രിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയുന്നതിൽ ഒരാളും പിശുക്ക് കാണിക്കണ്ട, അതിന് പൈസയും കൊടുക്കണ്ട. ദുആ ചെയ്യുമ്പോൾ ആമീൻ പറഞ്ഞോളി, ഒരു മടിയും വേണ്ട. അല്ലാഹുവേ, ഞങ്ങളെ സദസ്സിനെ സ്വീകരിക്കണേ അല്ലാഹ്.
അൽഹംദുലില്ലാഹ്. ഞങ്ങളെ മജ്ലിസിനെ കബൂലാക്കണേ അല്ലാ, ഞങ്ങളെ സദസ്സിനെ ഏറ്റെടുക്കണേ അല്ലാ. ഇനി മൂന്നാമത്തെ അസ്മാഉൽ ഹുസ്ന നമ്മൾ ചൊല്ലാണ്, കുടുംബങ്ങളിൽ ഖൈറുണ്ടാകാൻ വേണ്ടി നിയത്താക്കിക്കോളി. കുടുംബങ്ങളിലൊക്കെ വലിയ പ്രശ്നാണെന്നേ. പല കുടുംബങ്ങളും വലിയ ബേജാറിലാണ്, വലിയ സങ്കടത്തിലാണ്, പരസ്പരം മിണ്ടാത്തവരുണ്ട്. ഏട്ടന്റെ ഭാര്യയും അനുജന്റെ ഭാര്യയും തമ്മിൽ മിണ്ടിയിട്ടില്ല, മിണ്ടൂല. അമ്മായിമാനോട് മിണ്ടൂല, മരുമകളോട് മിണ്ടൂല. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അത് നിയത്താക്ക എല്ലാവരും. കുടുംബ പ്രയാസങ്ങൾ, വഴക്കുകൾ എല്ലാം തീരണം, സന്തോഷം ഉണ്ടാകണം. നിയത്താക്കിക്കോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലിക്കു യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിറു യാ അല്ലാഹ് യാ ഗഫാറു യാ അല്ലാഹ് യാ ഖഹാറു യാ അല്ലാഹ് യാ വഹാബു യാ അല്ലാഹ് യാ റസാഖു യാ അല്ലാഹ് യാ ഫത്താഹു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഖാബിദു യാ അല്ലാഹ് യാ ബാസിതു യാ അല്ലാഹ് യാ ഖാഫിദു യാ അല്ലാഹ് യാ റാഫിഉ യാ അല്ലാഹ് യാ മുഇസ്സു യാ അല്ലാഹ് യാ മുദില്ലു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ ഹകമു യാ അല്ലാഹ് യാ അദ്ലു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ് യാ ഖബീറു യാ അല്ലാഹ് യാ ഹലീമു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഗഫൂറു യാ അല്ലാഹ് യാ ശക്കൂറു യാ അല്ലാഹ് യാ അലിയു യാ അല്ലാഹ് യാ കബീറു യാ അല്ലാഹ് യാ ഹഫീദു യാ അല്ലാഹ് യാ മുഖീതു യാ അല്ലാഹ് യാ ഹസീബു യാ അല്ലാഹ് യാ ജലീലു യാ അല്ലാഹ് യാ കരീമു യാ അല്ലാഹ് യാ റഖീബു യാ അല്ലാഹ് യാ മുജീബു യാ അല്ലാഹ് യാ വാസിഉ യാ അല്ലാഹ് യാ ഹകീമു യാ അല്ലാഹ് യാ വദൂദു യാ അല്ലാഹ് യാ മജീദു യാ അല്ലാഹ് യാ ബാഇസു യാ അല്ലാഹ് യാ ഷഹീദു യാ അല്ലാഹ് യാ ഹഖു യാ അല്ലാഹ് യാ വകീലു യാ അല്ലാഹ് യാ ഖവിയ്യു യാ അല്ലാഹ് യാ മതീനു യാ അല്ലാഹ് യാ വലിയു യാ അല്ലാഹ് യാ ഹമീദു യാ അല്ലാഹ് യാ മുഹ്സി യാ അല്ലാഹ് യാ മുബ്ദിഉ യാ അല്ലാഹ് യാ മുഈദു യാ അല്ലാഹ് യാ മുഹയ്യി യാ അല്ലാഹ് യാ മുമീതു യാ അല്ലാഹ് യാ ഹയ്യു യാ അല്ലാഹ് യാ ഖയ്യൂമു യാ അല്ലാഹ് യാ വാജിദു യാ അല്ലാഹ് യാ മാജിദു യാ അല്ലാഹ് യാ വാഹിദു യാ അല്ലാഹ് യാ അഹദു യാ അല്ലാഹ് യാ സമദു യാ അല്ലാഹ് യാ ഖാദിറു യാ അല്ലാഹ് يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا الله يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد. الحمد لله 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 ثم الحمد لله. അല്ലാഹുവേ പടച്ച റബ്ബേ ഞങ്ങളെ മജ്ലിസിനെ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ മജ്ലിസിനെ കബൂലാക്കണേ അല്ലാ, വെറുതെയാക്കല്ലേ അല്ലാ, പ്രഹസനമാക്കല്ലേ അല്ലാ. ഞങ്ങളെ സദസ്സിനെ നീ പുറങ്കാലുകൊണ്ട് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയല്ലേ അല്ലാ. يا الله يا الله فرجنا من وباء يا الله يا الله فرحنا بالنوبة بأسمائك الحسنى انصرنا يا الله أجلنا بالفتح يا الله يا الله.
സ്വീകരിക്കട്ടെ അല്ലാഹ് സ്വീകരിക്കട്ടെ. മുഅ്മിനീങ്ങളെ നല്ല നിയ്യത്തോടെ ഇഖ്ലാസോടെ തഖ്വയോടുകൂടെ അല്ലാഹുവേ ഞങ്ങളെ കുടുംബ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടണം. അല്ലാഹുവേ എല്ലാവരും ആമീൻ പറ, നല്ല ഇഖ്ലാസിൽ ആമീൻ പറ. അല്ലാഹുവേ ഞങ്ങളെ പ്രയാസങ്ങൾ തീർന്നു കിട്ടണം. പരസ്പരം നല്ല സ്നേഹം വേണം, ഒത്തൊരുമ വേണം, ഐക്യം വേണം, സാഹോദര്യം വേണം. നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ, നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ് 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 സുമ്മ അൽഹംദുലില്ലാഹ്. ഇനി നാലാമത്തെ അസ്മാഉൽ ഹുസ്നയാണ്. നാലാമത്തെ അസ്മാഉൽ ഹുസ്ന അല്ലേ? ജോലിയിൽ ബർക്കത്തുണ്ടാകാൻ വേണ്ടിയിട്ട് എല്ലാവരും നിയത്താക്കുക. ഭർത്താക്കന്മാരുടെ ജോലിയിൽ, മക്കളുടെ പേരമക്കളുടെ കൂടപ്പറപ്പിൻ്റെ സുഹൃത്തുക്കളുടെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ ഒക്കെ ജോലിയിലൊക്കെ വലിയ ബർക്കത്ത് വേണം. വിദേശത്ത് പോയി കഷ്ടപ്പെടുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ മരുഭൂമിയുടെ മണൽപ്പരപ്പിൽ കടന്ന് അധ്വാനിക്കുന്നവർ, കഷ്ടപ്പെടുന്നവർ, വേർപ്പഴുക്കുന്നവർ, സൂര്യന്റെ താപം എത്രയായാലും അതിൽ കുടുംബത്തിന് വേണ്ടി അതൊന്നും പ്രശ്നമാക്കാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ഖൈറ് കൊടുക്കട്ടെ. ആമീൻ പറ. അള്ളാഹു അവർക്കൊക്കെ ഖൈറ് കൊടുക്കട്ടെ. മുഅ്മിനീങ്ങളെ ജോലിയിലൊക്കെ ബർക്കത്തുണ്ടാകാൻ വേണ്ടിയിട്ട് അസ്മാഉൽ ഹുസ്ന നിയത്താക്കുക. നാലാമത്തെ അസ്മാഉൽ ഹുസ്ന. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിറു യാ അല്ലാഹ് യാ ഗഫാറു യാ അല്ലാഹ് യാ ഖഹാറു യാ അല്ലാഹ് യാ വഹാബു യാ അല്ലാഹ് യാ റസാഖു യാ അല്ലാഹ് യാ ഫത്താഹു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഖാബിലു യാ അല്ലാഹ് യാ ബാസിതു യാ അല്ലാഹ് യാ ഖാഫിദു യാ അല്ലാഹ് യാ റാഫിഉ യാ അല്ലാഹ് യാ മുഇസ്സു യാ അല്ലാഹ് യാ മുദില്ലു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ ഹകമു യാ അല്ലാഹ് യാ അദ്ലു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ് യാ ഖബീറു യാ അല്ലാഹ് യാ ഹലീമു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഗഫൂറു യാ അല്ലാഹ് യാ ശക്കൂറു യാ അല്ലാഹ് യാ അലിയു യാ അല്ലാഹ് യാ കബീറു യാ അല്ലാഹ് യാ ഹഫീളു യാ അല്ലാഹ് യാ മുഖീതു യാ അല്ലാഹ് യാ ഹസീബു യാ അല്ലാഹ് يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا مرسي يا الله يا مبدع يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا ولي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا الله يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد. മുഅ്മിനീങ്ങളെ ചൊല്ലേ അൽഹംദുലില്ലാഹ് 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 الحمد لله يا الله يا الله فتجنا من وبا يا الله يا الله فتحنا بالنوبة بأسمائك الحسنى انصرنا يا الله أجلنا بالفتح
യാ അല്ലാഹു യാ അല്ലാഹ്. അല്ലാഹുവേ എത്ര വേണ്ടാന്ന് വിചാരിച്ചാലും തെറ്റിൽ പോയി ചാടുന്നവരാണല്ല. എത്ര തെറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചാലും തെറ്റുകളിൽ പോയി ചാടുന്നവരാണല്ല. നീ ഞങ്ങളെ ഒന്ന് നന്നാക്കി തരണേ അല്ലാ. നീ ഞങ്ങളെ ഒന്ന് നന്നാക്കി തരണേ അല്ലാ. അള്ളാഹുവിന്റെ മഹാന്മാരിൽപ്പെട്ട ഒരു മനുഷ്യൻ, അള്ളാഹുവിന്റെ വലിയപ്പെട്ട ഒരു മനുഷ്യന് ഒരു പാടത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ് ചളി തെറിക്കാതിരിക്കാൻ വേണ്ടി ഡ്രസ്സ് ഒരൽപ്പം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അറിയാതെ കാല് വഴുതി ആ വയലിലേക്ക് വീഴുകയാണ്. ആ സമയത്തതാ മനുഷ്യനതാ പൊട്ടിക്കരഞ്ഞു പോവുകയാണ്. സുബ്ഹാനല്ലാഹ് എന്തിനാണ് കരയുന്നത്? തന്റെ വസ്ത്രത്തിൽ ചെളിയായതുകൊണ്ടല്ല, മറിച്ച് മുഅ്മിനീങ്ങളെ ഇങ്ങനെയാണല്ലോ വിശ്വാസികളുടെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ. എത്ര തെറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചാലും തെറ്റില് വഴുതി വീകുന്നത് ഇതുപോലെയാണല്ലോ. അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ ആ വലിയ നിന്ന് കരയുകയാണ്. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് തെറ്റിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം, ഞാൻ അതിൽ നിന്ന് പുറത്തു വരണമെന്ന ചിന്ത എന്റെയും നിങ്ങളുടെയും മനസ്സിൽ ഈ സദസ്സ് കേൾക്കുമ്പോൾ ഉണ്ടാകണം. അള്ളാഹുവിന്റെ നാമം കേൾക്കുമ്പോ ഏത് തെറ്റാണോ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും. ആരോടും ചോദിക്കണ്ട, ആരെയും ഇശാറത്താക്കണ്ട. തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ശരിയാണ്, എൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ തെറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അമ്മായിമ്മ ഈ തെറ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ മരുമോൾ ഈ തെറ്റ് ചെയ്യുന്നുണ്ടെന്ന് വേറൊരാളിലേക്ക് ചൂണ്ടണ്ട. തെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ സ്വന്തം നഫ്സിലേക്ക് ചൂണ്ടിയിട്ട് സ്വന്തം നഫ്സിനോട് പറ, ഇനി ഞാൻ ആ തെറ്റ് ചെയ്യൂല, ചെയ്ത തെറ്റ് ഇനി ആവർത്തിക്കൂല. സ്വന്തം നഫ്സിനോട് പറ, വേറൊരാളിലേക്കും നമ്മൾ ഇശാറത്താക്കണ്ട. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. പടച്ച റബ്ബേ ഞങ്ങളെ നന്നാക്കണേ അല്ലാ, നല്ലവരെ ഉൾപ്പെടുത്തണേ അല്ലാ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി അഞ്ചാമത്തെ അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോൾ ആ വലത് കൈ ഹൃദയത്തിനോട് ചേർത്ത് വെച്ച് നിങ്ങൾ എൻ്റെ കൂടെ ചൊല്ലണം. ആ വലത് കൈയെ ഹൃദയത്തിനോട് ചേർത്ത് വെച്ച് നല്ല ഇഖ്ലാസിൽ എൻ്റെ കൂടെ ചൊല്ലണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ് യാ റഹ്മാൻ യാ അല്ലാഹ് യാ റഹീം യാ അല്ലാഹ് യാ മലിക് യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാം യാ അല്ലാഹ് യാ മുഅ്മിൻ യാ അല്ലാഹ് യാ മുഹൈമിൻ യാ അല്ലാഹ് യാ അസീസ് യാ അല്ലാഹ് യാ ജബ്ബാർ യാ അല്ലാഹ് യാ മുതകബ്ബിർ യാ അല്ലാഹ് യാ ഖാലിഖ് യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിർ യാ അല്ലാഹ് യാ ഗഫാർ യാ അല്ലാഹ് യാ ഖഹാർ യാ അല്ലാഹ് യാ വഹാബ് യാ അല്ലാഹ് യാ റസാഖ് യാ അല്ലാഹ് യാ ഫത്താഹ് യാ അല്ലാഹ് യാ അലീം യാ അല്ലാഹ് യാ ഖാബിദ് യാ അല്ലാഹ് യാ ബാസിത്ത് യാ അല്ലാഹ് യാ ഖാഫിദ് യാ അല്ലാഹ് യാ റാഫിഉ യാ അല്ലാഹ് യാ മുഇസ്സ് യാ അല്ലാഹ് യാ മുദില്ല് യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീർ യാ അല്ലാഹ് യാ ഹകം യാ അല്ലാഹ് യാ അദ്ലു യാ അല്ലാഹ് യാ ലത്തീഫ് യാ അല്ലാഹ് യാ ഖബീർ യാ അല്ലാഹ് യാ ഹലീം യാ അല്ലാഹ് യാ അലീം യാ അല്ലാഹ് യാ ഗഫൂർ യാ അല്ലാഹ് യാ ശക്കൂർ യാ അല്ലാഹ് യാ അലിയു യാ അല്ലാഹ് യാ കബീർ യാ അല്ലാഹ് യാ ഹഫീദ് യാ അല്ലാഹ് യാ മുഖീത്ത് യാ അല്ലാഹ് യാ ഹസീബ് യാ അല്ലാഹ് യാ ജലീൽ യാ അല്ലാഹ് യാ കരീം യാ അല്ലാഹ് യാ റഖീബ് യാ അല്ലാഹ് യാ മുജീബ് യാ അല്ലാഹ് യാ വാസിഉ യാ അല്ലാഹ് യാ ഹകീം യാ അല്ലാഹ് യാ വദൂദ് യാ അല്ലാഹ് യാ മജീദ് യാ അല്ലാഹ് യാ ബാഇസ് യാ അല്ലാഹ് യാ ശഹീദ് യാ അല്ലാഹ് യാ ഹഖ് യാ അല്ലാഹ് യാ വകീൽ യാ അല്ലാഹ് യാ ഖവിയ്യു യാ അല്ലാഹ് യാ മതീൻ യാ അല്ലാഹ് യാ വലിയ്യു യാ അല്ലാഹ് യാ ഹമീദ് യാ അല്ലാഹ് യാ മുഹ്സി യാ അല്ലാഹ് യാ മുബ്ദിഉ യാ അല്ലാഹ് യാ മുഈദ് യാ അല്ലാഹ് യാ മുഹീ യാ അല്ലാഹ് യാ മുമീത്ത് യാ അല്ലാഹ് യാ ഹയ്യു യാ അല്ലാഹ് യാ ഖയ്യൂം യാ അല്ലാഹ് യാ വാജിദ് യാ അല്ലാഹ് യാ മാജിദ് യാ അല്ലാഹ് യാ വാഹിദ് യാ അല്ലാഹ് യാ അഹദ് യാ അല്ലാഹ് യാ സമദ് യാ അല്ലാഹ് യാ ഖാദിർ യാ അല്ലാഹ് യാ മുഖ്തദിർ യാ അല്ലാഹ് യാ മുഖദ്ദിം യാ അല്ലാഹ് യാ മുഅഖിർ യാ അല്ലാഹ് യാ അവ്വൽ യാ അല്ലാഹ് യാ ആഖിർ യാ അല്ലാഹ് യാ ളാഹിർ യാ അല്ലാഹ് യാ ബാത്തിൻ യാ അല്ലാഹ് യാ വാലി യാ അല്ലാഹ് യാ മുതആലി യാ അല്ലാഹ് യാ ബർ യാ അല്ലാഹ് യാ തവ്വാബ് യാ അല്ലാഹ് യാ മുൻതഖിം യാ അല്ലാഹ് യാ അഫു യാ അല്ലാഹ് യാ റഊഫ് യാ അല്ലാഹ്
യാ മാലിക്കൽ മുൽക്കി യാ അല്ലാഹ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മുഖ്സിതു യാ അല്ലാഹ് യാ ജാമിഉ യാ അല്ലാഹ് യാ ഗനിയു യാ അല്ലാഹ് യാ മുഗ്നി യാ അല്ലാഹ് യാ മാനിഉ യാ അല്ലാഹ് യാ അല്ലാഹു യാ അല്ലാഹ് യാ നാഫിഉ യാ അല്ലാഹ് യാ നൂറു യാ അല്ലാഹ് യാ ഹാദി യാ അല്ലാഹ് യാ ബദീഉ യാ അല്ലാഹ് യാ ബാഖി യാ അല്ലാഹ് യാ വാരിസു യാ അല്ലാഹ് യാ റഷീദു യാ അല്ലാഹ് യാ സബൂറു യാ അല്ലാഹ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എല്ലാവരും ചൊല്ലും നല്ല ഇഖ്ലാസോടെ ആത്മാർത്ഥതയോടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സലാമത്താക്കി തരണം. നമുക്ക് സലാമത്തായി കിട്ടേണ്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടല്ലോ. അല്ലാഹുവേ ഞങ്ങളെ കാര്യങ്ങളൊക്കെ ഫതഹാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഫതഹാക്കണേ അല്ലാഹ്. ഞങ്ങളെ നേരായ വഴിയിലൂടെ നീ നടത്തണേ അല്ലാഹ്. ഈ മജ്ലിസ് അതിന് ഒരു കാരണമാക്കണേ അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു നമ്മളെ ഏറ്റെടുക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഇനി നമ്മൾ നല്ല ഇഖ്ലാസോടെ ഒരു 11 തവണ എല്ലാവരും ചൊല്ലി അൽഹംദുലില്ലാഹ് 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 സുമ്മ അൽഹംദുലില്ലാഹ്. യാ അല്ലാഹു യാ അല്ലാഹു ഫരിജ്നാ മിൻ വാബാ യാ അല്ലാഹു യാ അല്ലാഹു ഫരിഹ്നാ ബിന്നൂബാ ബിഅസ്മാഇകൽ ഹുസ്നാ ഉൻസുർനാ യാ അല്ലാഹ് അജ്ഇൽനാ ബിൽ ഫത്ഹി യാ അല്ലാഹു യാ അല്ലാഹ്. സ്വീകരിക്കണേ റഹ്മാനേ, കബൂലാക്കണേ അല്ലാഹ്, ഏറ്റെടുക്കണേ അല്ലാഹ്. ഈ ഞങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാഹ്. അള്ളാഹിനോട് ദുആ ചെയ്യുന്ന ആളുകൾ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. ദുആ ചെയ്യാത്ത ആളെ അള്ളാഹ് പരിഗണിക്കൂല എന്ന് ഖുർആനിലുണ്ട്. ദുആ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആളുകൾ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. വെറുതെ പറയുന്നതല്ല. ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലൂടെ അള്ളാഹ് പറഞ്ഞതാണ്. അള്ളാഹു നന്നാകാനുള്ള തൗഫീക്ക് നൽകട്ടെ, നന്നാക്കി തരട്ടെ. മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് ഇജാബത്തുണ്ട്. ചെറിയ മക്കളുടെ ദുആക്ക് ഇജാബത്തുണ്ട്. ഒരുപാട് അമലുകൾ ചെയ്ത് അള്ളാഹിന്റെ ആളായി നടക്കുന്നവർക്ക് ഉത്തരവുണ്ട്. മുഅ്മിനീങ്ങളെ, നല്ല ഇഖ്ലാസോടെ ഒരു ദുആ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ അദബുകളാണോ പാലിക്കേണ്ടത്, ഔറത്ത് മറച്ച് നല്ല ഇഖ്ലാസോടുകൂടെ മുഅ്മിനീങ്ങളെ കൈകൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ആമീൻ പറയണം. അള്ളാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. എല്ലാവരും ചൊല്ലന്റെ കൂടെ 3 നാരിയത്തു സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിനില്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫർജു ബിഹിൽ ഖുറബു വതുഖ്ലാ ബിഹിൽ ഹവായിജ് വതുനാലി ബിഹിർ റഗായിബ് വഹുസ്നുൽ ഖവാതിമി വയുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം അലാ ആലിഹി വസ്വഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മാലൂമിൻ ലക്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ സദസ്സിൽ ഞങ്ങൾ ചൊല്ലിയ എല്ലാ സ്വലാത്തുകളും പ്രത്യേകിച്ച് നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയത് സ്വീകരിക്കണേ അല്ലാഹ്. പുന്നാര ഹബീബിന്റെ തിരുനോട്ടം നൽകണേ അല്ലാഹ്. ഇനി എല്ലാവരും നല്ല നിയ്യത്തോടെ ആമീൻ പറയണം. അഭിശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട, റബ്ബിന്റെ വാതില് മുട്ടണം അടിക്കണ്ട. ഭാരമായി നീ തെറ്റു ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈതാട്ടാത്ത റബ്ബ പിന്നെയും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅഹ്ലി ബൈതിഹി വസ്വഹ്ബിഹി വസല്ലിം സ്വലാത്തൻ തുർദീക വതുർദീഹി വതർലാ ബിഹാ അന്നാ യാ അർഹമർ റഹീമീൻ. അർഹമുർ റഹീമീനായ അടക്കി ഭരിക്കുന്ന ജഗനിയന്താവായ റബ്ബായ അല്ലാഹ്, ഞങ്ങളെ സദസ്സിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിനെ നീ കബൂലാക്കണേ അല്ലാഹ്. ഇതുവരെ നിർവഹിച്ച
നിർവഹിച്ചത്, പറഞ്ഞത്, മുഅ്മിനീങ്ങൾ കേട്ടതായ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിച്ചതിന്റെ സവാബിന് ആദരവായ റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. പുന്നാര ഹബീബിന്റെ ഉമ്മാമ്മമാര്, ഉപ്പാപ്പമാര്, ഭാര്യ സന്താനങ്ങൾ, പേരമക്കൾ, മഹാന്മാരായ സ്വഹാബത്തെ കിറാം, നീ ആദരിച്ച ബഹുമാനിച്ച മഹാന്മാർ, മഹദിമാർ, മഹത്തുക്കളായ ബദരീങ്ങൾ, 14 ശുഹദാക്കൾ, ഉഹദീങ്ങൾ, ഹംസത്തുൽ കറാറുകൾ, ഈ മാസം അനുസ്മരിക്കപ്പെടുന്ന മഹാരഥന്മാർ, ഞങ്ങളുടെ ജില്ലയിൽ അന്തിറങ്ങുന്ന മഹത്തുക്കൾ, അല്ലാഹുവേ പടച്ച റബ്ബേ, വിശിഷ്യ മഹാനായ പള്ളിപ്പടി ഉപ്പാപ്പ, അമ്പംകുന്ന് മീറാനൗലി ഉപ്പാപ്പ, അല്ലാഹുവേ അവരുടെ ഹദറാത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുആഇനെ സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ മഹാന്മാരെ കാവല് കൊണ്ട് അല്ലാഹ്, നിന്റെ മഹാന്മാരെ കാവല് കൊണ്ട് അല്ലാഹ്. അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സകല പാപങ്ങളും പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കൾക്ക്, ഉസ്താദ്മാർക്ക്, കൂട്ടുകുടുംബങ്ങൾ, അയൽവാസികൾ, ദുആ കൊണ്ട് ബന്ധമുള്ളവർ, അല്ലാഹുവേ എല്ലാവരെ സകലമായ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പ് നൽകണേ അല്ലാഹ്. വിട്ടുപുറത്ത് മാപ്പ് നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഒരുപാട് രോഗങ്ങളുണ്ട്, രോഗികളുണ്ട്, നൂറുൽ ഹുദാ കുടുംബത്തിലുണ്ട്, ഞങ്ങളുമായി ബന്ധമുള്ളവരിലുണ്ട്. രോഗം നൽകുന്നത് നീയാണ്, അതിന്റെ ശിഫാ നിന്റെ കയ്യിലാണ്. ഷാഫിയായ, കാഫിയായ, മആഫിയായ റബ്ബേ, കാബിലായ ശിഫാ കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. തമ്മായ ശിഫാ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, കാമിലായ ശിഫാ നൽകണേ അല്ലാഹ്. താങ്ങാൻ കഴിയാത്ത രോഗങ്ങൾ നൽകല്ലേ അല്ലാഹ്. ജനങ്ങൾ പുറത്തു പോകുന്ന രോഗങ്ങൾ നൽകല്ലേ അല്ലാഹ്. ചികിത്സിക്കാൻ പണമില്ലാതെ വരുന്ന നിരക്കുള്ള രോഗങ്ങൾ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ, കേട്ടാൽ പേടിച്ചു പോകുന്ന, കേട്ടിട്ടില്ലാത്ത രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ പടച്ച റബ്ബേ, മല പോലെ വരുന്ന മുസീബത്തുകളിൽ നിന്ന് മഞ്ഞ് പോലെയാക്കണേ അല്ലാഹ്. ക്യാൻസർ നൽകല്ലേ അല്ലാഹ്. ട്യൂമർ നൽകല്ലേ അല്ലാഹ്. കിഡ്നിക്കോ, ഹാർട്ടിനോ, വാൾവിനോ, ഡിസ്കിനോ, ലങ്സിനോ തകരാറ് നൽകല്ലേ അല്ലാഹ്. പടച്ച റബ്ബേ, കാൽപാദം മുതൽ മൂർധാവ് വരെ ശരീരത്തിന്റെ ഏതൊക്കെ അവയവങ്ങളിൽ എന്തൊക്കെ രോഗങ്ങളുണ്ടോ ഞങ്ങളെ ശരീരത്തിൽ ഈ സമയത്തുണ്ടോ നീ അറിയുന്നവനാണ്. അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് എടുത്തു കളയണേ അല്ലാഹ്. അല്ലാഹുവേ, മജ്ലിസിലെ പ്രധാനപ്പെട്ട ഒരു അഡ്മിന് അല്ലാഹുവേ ഇന്നെന്നെ വിളിച്ച് സന്തോഷം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, അവരെ വിളിച്ച് സന്തോഷം പറഞ്ഞതാണ് അല്ലാഹ്. അവരുദ്ദേശിച്ചിട്ട് പോലുമില്ലാത്ത കാര്യം നടന്നു കിട്ടി, രോഗം മാറിക്കിട്ടി എന്ന് പറഞ്ഞ് വലിയ സന്തോഷം പറഞ്ഞതാണല്ലോ. അല്ലാഹുവേ, ആ സന്തോഷം പറഞ്ഞതാരാണോ, പ്രിയപ്പെട്ട ഷീജ ഷാജഹാൻ എന്ന് പറയുന്ന ഉമ്മയോട് ആരാണോ അത് വിളിച്ചു പറഞ്ഞത്, അല്ലാഹുവേ പടച്ച റബ്ബേ, അവർക്ക് കാമിലായ ശിഫാ കൊടുക്കണേ അല്ലാഹ്. അതുപോലെയുള്ള രോഗങ്ങൾ ഞങ്ങൾക്കൊരാൾക്കും നൽകല്ലേ അല്ലാഹ്. പടച്ച റബ്ബേ, കടങ്ങളുണ്ട് വീട്ടിൽ തരണേ അല്ലാഹ്. കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ജീവിക്കുന്ന കാലം എത്രയോ അത്ര കാലം ഇസ്സത്ത് നൽകണേ അല്ലാഹ്. മറ്റൊരുത്തന്റെ മുമ്പിൽ ചെന്ന് കൈ നീട്ടേണ്ട ഗതികേട് നൽകല്ലേ അല്ലാഹ്. കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ പഠിപ്പിക്കാൻ സമ്പത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ വീട് പണിക്കാൻ ആവശ്യമായ സമ്പത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നല്ല ഭക്ഷണം കഴിക്കാൻ സമ്പത്ത് നൽകണേ അല്ലാഹ്. ആർഭാടകരമായി നിന്നെ മറന്നുകൊണ്ട് ജീവിക്കാനല്ല, നിന്നെ ഓർത്തോർത്ത് ജീവിക്കാൻ സമ്പത്ത് നൽകണേ അല്ലാഹ്. നിന്നെ മറക്കാൻ ഞങ്ങൾക്ക് സമ്പത്ത് വേണ്ട അല്ലാഹ്. അല്ലാഹുവേ, നിന്നെ ഓർക്കുന്ന, നിന്റെ അല്ലാഹുവേ ദീനിനെ സഹായിക്കുന്ന സമ്പത്ത് നൽകണേ അല്ലാഹ്. നീ സ്നേഹിച്ചവരെ സഹായിക്കാൻ സമ്പത്ത് നൽകണേ അല്ലാഹ്. പാവപ്പെട്ട യതീമായ മക്കളെ സഹായിക്കാൻ സമ്പത്ത് നൽകണേ അല്ലാഹ്. അതല്ലാത്ത മോശപ്പെട്ട സമ്പത്ത് നൽകല്ലേ അല്ലാഹ്. ഞങ്ങൾക്ക് തന്നതിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. തരാനുള്ളത് ബറക്കത്തോടുകൂടെ ഞങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. തരാനുള്ളത് ബറക്കത്തോടുകൂടെ ഞങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, നിന്നിലേക്കല്ലാതെ ഞങ്ങളെ കൈകൾ വേറെ ആരിലേക്ക് ഉയർത്താനാണല്ലാ. അല്ലാഹുവേ, നീയാണ് എല്ലാറ്റിനും കഴിവുള്ളവൻ, നീയാണ് അടക്കി ഭരിക്കുന്നവൻ. ഞങ്ങളെ കാര്യങ്ങൾ ഏറ്റെടുത്ത് പരിഹരിക്കണേ അല്ലാ. ഞങ്ങളെ കാര്യങ്ങൾ സലാമത്താക്കണേ അല്ലാ. അല്ലാഹുവേ, പല ഉദ്ദേശം വെച്ച് മജ്‌ലിസിൽ പങ്കെടുക്കുന്നവരുണ്ടല്ലാ. എല്ലാവരും ഹലാലായ ഖൈറായ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കണേ അല്ലാ. ഇതിൽ വന്ന ഒരാളെയും വെറും കൈയോടെ മടക്കല്ലേ അല്ലാ. മല പോലെ വരുന്ന മുസീബത്തുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. മഞ്ഞ് പോലെയാക്കണേ അല്ലാ. അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. പെടുമരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ദുർമരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങൾ ഞങ്ങൾക്കോ ഞങ്ങളെ മക്കൾക്കോ ഞങ്ങളുമായി ബന്ധമുള്ളവർക്കോ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, സാധുക്കളാണ് റബ്ബേ, നിന്റെ ദർബാറിലേക്ക് ഞങ്ങൾ കൈ ഉയർത്തുകയാണല്ലാ. ഞങ്ങളെ കൈകൾ നിന്നിലേക്ക് ഉയർത്താൻ പറ്റിയതല്ല, നിങ്ങളെ നാവുകൾ നിന്നോട് ചോദിക്കാൻ പറ്റിയതല്ല. നിന്റെ
മഹാന്മാരെ ഞങ്ങൾ മുൻനിർത്തുകയാണ്. അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. അവരെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ട വെല്ലുപ്പ സീതിക്കോയ തങ്ങള്, അവരെ ഉപ്പ ചെറുകുഞ്ഞിക്കോയ തങ്ങള്, അങ്ങനെ കേരളക്കരയിലേക്ക് ആദ്യമായി കടന്നു വന്ന അബ്ദുറഹ്മാൻ അൽ ഹൈദറൂസി തങ്ങള്, അവരെ പുന്നാരമോൻ അബൂബക്കർ വമ്പ് തങ്ങള്, നൊട്ടൂര് കിടക്കുന്ന സാദാത്തീങ്ങൾ, അല്ലാ ഇവരെ കാവല് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. ഇവരെ മദത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. സാധുക്കളാണ് റബ്ബേ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഞങ്ങളെ മക്കള്, അവരുടെ പഠനങ്ങള്, അവരുടെ സ്വഭാവങ്ങളൊക്കെ നന്നാക്കണേ അല്ലാ. നല്ലതുപോലെ പഠിക്കാനും നല്ലതുപോലെ ഉയരാനും തൗഫീഖ് നൽകണേ അല്ലാ. കുടുംബ ബന്ധങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഒത്തൊരുമ നൽകണേ അല്ലാ. ഐക്യം നൽകണേ അല്ലാ. ജോലികളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. വീട് പണി പൂർത്തീകരിക്കാനുള്ള വഴികൾ എളുപ്പമാക്കി തരണേ അല്ലാ. വീടില്ലാത്തവരുണ്ട് റബ്ബേ, വീടും സ്ഥലവും വിൽക്കാൻ വെച്ചവരുണ്ട് അല്ലാ. വാഹനം വിൽക്കാൻ വെച്ചവരുണ്ട്, ഖൈറിലാക്കണേ അല്ലാ. വിദേശത്ത് അല്ലാഹുവേ പ്രവാസ ജീവിതം നയിക്കുന്നവരുണ്ട്, ഖൈറിലാക്കണേ അല്ലാ. വിദേശത്ത് ജയിലിൽ കുടുങ്ങി കിടക്കുന്നവരുണ്ട്, രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ചതിയന്മാരെ ചതിയിൽ നിന്ന് കാക്കണേ അല്ലാ. അസൂയാലുക്കളുടെ അസൂയയിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ മാറ്റുമാരണങ്ങൾ ചെയ്തു കൊടുക്കുന്ന അല്ലാഹുവേ സാഹിര്യങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. നൂറുൽ ഹുദാ കുടുംബത്തെ കാക്കണേ അല്ലാ. അത്തരം ദുസ്വഭാവങ്ങൾ ഞങ്ങൾക്ക് ഒരാൾക്കും നൽകല്ലേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. തന്ന മക്കളെ സ്വാലിഹീങ്ങളും ആലിമീങ്ങളും ആബിദീങ്ങളും മുത്തഖീങ്ങളും ആക്കി തരണേ അല്ലാ. നല്ല നിലക്കവരെ വളർത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ദീനിനും നാടിനും മാതാപിതാക്കൾക്കും അല്ലാഹുവേ കുടുംബത്തിന് ഉപകാരപ്രദമായ മക്കളാക്കി ഞങ്ങളെ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. മഖബൂലായ ഹജ്ജ് ഉംറ മർദിയായ സിയാറത്തിനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ ഇന്നൊരു ഉമ്മ വിളിച്ചിട്ട് അല്ലാഹുവേ മദീനയിൽ മരിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞു അല്ലാ. പ്രായമുള്ള ഉമ്മയാണ് റഹ്മാനെ. അല്ലാഹുവേ ആ ഉമ്മാക്ക് അല്ലാഹുവേ റബീഉൽ അവ്വൽ 12 മദീനയിൽ മരിക്കണം എന്നുള്ള ആഗ്രഹം പറഞ്ഞ് അല്ലാഹുവേ പടച്ച റബ്ബേ ആ ഉമ്മാക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ആ ഉമ്മാക്ക് അതിനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കും ഭാഗ്യം നൽകണേ അല്ലാ. പ്രത്യേകിച്ച് എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും അതാണ് റബ്ബേ ത്വാഹിറ ഉമ്മ പറയാ. അല്ലാഹുവേ ആ ഉമ്മാക്കും ഞങ്ങൾക്കും നീ ദീർഘായുസ് നൽകണേ അല്ലാ. മദീനയിലുള്ള മരണം നൽകണേ അല്ലാ. മദീനയിൽ ജന്നത്തുൽ ബഖീൽ അല്ലാഹുവേ അന്തിയുറങ്ങാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഒരു തവണയെങ്കിലും ജീവിതത്തിൽ മഖബൂലായ ഹജ്ജ് മർദിയായ സിയാറത്തിന് ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് ബന്ധങ്ങളിൽ നിന്ന് പലരും മരണപ്പെട്ട് 6 അടി മണ്ണിന്റെ അടിത്തട്ടിൽ അന്തിയുറങ്ങുന്നുണ്ട് അല്ലാ. ഞങ്ങളെ ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, വെല്ലുപ്പ വെല്ലുമ്മമാര്, കൂടപ്പറപ്പീങ്ങള്, നാട്ടുകാര്, കൂട്ടുകാര്, അയൽവാസികള്, ഭാര്യമാര്, ഭർത്താക്കന്മാര് പലരും ഖബറിലുണ്ട്. അവരുടെയൊക്കെ ഖബറിലേക്ക് ഈ മജ്ലിസിന്റെ വെളിച്ചം വലിയ സന്തോഷമായി, കാവലായി, പ്രകാശമായി, കൂട്ടുകാരനായി, വെളിച്ചമായി കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കാണിച്ചു കൊടുക്കണേ അല്ലാ. സ്വർഗീയ അനുഭൂതികളെ കൊണ്ട് ആരാമങ്ങളെ കൊണ്ട് ഞങ്ങളെ ഖബറാളികളുടെ ഖബറിനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പലരും പല ഉദ്ദേശം വെച്ച് സദസ്സിലിരിക്കുന്നുണ്ട്, എല്ലാവർക്കും ഖൈറിലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ അല്ലാഹുവേ ഈമാൻ നഷ്ടപ്പെടുന്ന നിലക്കുള്ള പരീക്ഷണങ്ങളിൽ പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. എല്ലാ പരീക്ഷണങ്ങളിലും ഉന്നതമായ വിജയം നൽകണേ അല്ലാ. ഈമാൻ സലാമത്തായി മുത്തുനബിന്റെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ട് സ്വർഗം കണ്ട് മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. റബ്ബനാ ആതിനാ في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. ആരംഭപ്പൂവായ മുത്തുനബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാ. ചൊല്ല് ആരംഭപ്പൂവായ മുത്തുനബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാ. ആരംഭപ്പൂവായ
പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. വഹല്ലിൽ ഖുബ്ബത്തിൽ ഖളറാഇ ഖുബ്ബത്തി സയ്യിദിൽ കൗനൈനി അഫ്ളല ഖുർറത്തിൽ ഐനൈനി. ആരംഭ പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. മൽജാവ മൻജാവ മുർതാഹൽ മുഷ്താഖി ഹിബ്ബത ഖലൈനി അജ്മല ഖൈറൽ ഫരീഖൈനി. ചൊല്ല് ആരംഭ പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. ത്വാഹ വ യാസീൻ വ ഹമീം നബിയൂന ഉൻസുൽ ഗരീബീന അബ്യള മൗല സ്വാലിഹീന. സ്വല്ലി വസല്ലിം അലൈഹി യാ റബ്ബന അസ്ക സ്വലാത്തില്ലാ അദബ മാ നഹ്മദു യാ അല്ലാഹ്. ആരംഭ പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. ഹുബ്ബൻ വ ശൗഖൻ യാ റഹ്മത്തൽ ആലമി ജിനാക സ്വല്ലല്ലാഹു അലൈക സല്ലമ നൂറല്ലാഹ്. നർജു സഅദാതി മഹ്വ ശഖാവാതി യാ ഖൈറ റസൂലില്ലാഹ് അലൈക ദായിമൻ സ്വല്ലല്ലാഹ്. യാ റബ്ബി സല്ലിം യാ ബിഹഖി സയ്യിദിന ത്വാഹ റസൂലില്ലാഹ് അശ്റഫിൽ ഖൽഖി റസൂലില്ലാഹ്. ആമീൻ യാ റബ്ബനാ റബ്ബൽ ആലമീന സിദ് ലനാ ഹുബ്ബനാ ഇലൈഹി യാ റബ്ബനാ ഹാതീനാ. ആമീൻ യാ റബ്ബനാ റബ്ബൽ ആലമീന സിദ് ലനാ ഹുബ്ബനാ ഇലൈഹി യാ റബ്ബനാ ഹാതീനാ. ആരംഭ പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. തിരൂരുള്ള ഒരു ഉമ്മ ഫാത്തിമ എന്ന് പറയുന്ന ഉമ്മ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, പ്രത്യേകം ദുആ കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു ആ ഉമ്മാക്ക് റൗള ഷരീഫ് സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും അള്ളാഹു ഭാഗ്യം കൊടുക്കട്ടെ. പുണ്ണിന്റെ ഒരു പ്രശ്നമുണ്ട്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അള്ളാഹു കാമിലായ സലാമത്ത് കൊടുക്കട്ടെ. അല്ലാഹ് പടച്ച റബ്ബേ. അതുപോലെ മലപ്പുറം കാരാത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഉമ്മ സുബ്ഹാനല്ലാഹ് ശരീരത്തിൽ ഒരു തടിപ്പ് വന്നിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടിലാണ്, ചെറിയൊരു പ്രയാസം വന്നിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടിലാണ്. വലിയ ബേജാറാണ് ഉമ്മാക്ക്. അള്ളാഹു കാമിലായ സലാമത്ത് കൊടുക്കട്ടെ. നെടുമങ്ങാട് ശൈല എന്ന് പറയുന്ന ഉമ്മ പ്രത്യേകം ദുആ കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. മക്കളെ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യം പറഞ്ഞൊരു ഉമ്മയാണ്. അള്ളാഹു സുബ്ഹാനഹുവിന്റെ ചാർജ് തീരാനായി, അതുകൊണ്ട് പെട്ടെന്ന് ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മ ഉൾപ്പെടെ എല്ലാവർക്കും അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ. അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ. പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മുടെ മജ്ലിസ് ഒരൊറ്റ ദിവസം പോലും മുടങ്ങാതെ കാണുന്ന ചാവക്കാടുള്ള പ്രിയപ്പെട്ട ഉമ്മ, അവരുടെ ഭർത്താവ് വിദേശത്ത് ചെറിയൊരു പ്രയാസത്തിലാണ്. അള്ളാഹു സലാമത്താക്കണം. നിങ്ങളെല്ലാവരും അതിനുവേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു കാമിലായ സലാമത്ത് കൊടുക്കട്ടെ. ആജിലായ ശിഫാ അള്ളാഹു കൊടുത്ത് അള്ളാഹു ആ ഉപ്പാക്ക് സമാധാനം കൊടുക്കട്ടെ. ആ കുടുംബത്തിലൊക്കെ അള്ളാഹു വലിയ ബർക്കത്ത്, മക്കളിലൊക്കെ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. അവരെല്ലാവരും വലിയ ബന്ധമുള്ള ആളുകളാണ്, നമ്മുടെ മജ്ലിസുമായിട്ട് വളരെ ബന്ധമുള്ളവരാണ്. അള്ളാഹു വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. നമ്മുടെ മജ്ലിസിനെ വല്ലാതെ സ്നേഹിക്കുന്ന അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു ഖൈറ് കൊടുക്കട്ടെ. പടച്ച റബ്ബേ എല്ലാവർക്കും നീ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് അഡ്മിന്മാർ അള്ളാഹുവെ, അവർ ഈ മജ്ലിസ് വിജയിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആളുകളിലേക്ക് ഇത് മജ്ലിസ് എത്തിക്കാൻ വേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പെടും. അള്ളാഹു അവർക്കൊക്കെ നീ ഖൈറ് കൊടുക്കണേ അല്ലാ. ഇതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇരു ലോക നന്മക്കുള്ള കാരണമാക്കണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളെ സദസ്സിനെ നീ എല്ലാ നിലക്കും നീ സ്വീകരിക്കണേ അല്ലാ. സഫിയവും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അള്ളാഹുവെ, കാമിലായ സലാമത്ത് കൊടുക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങളെ ഈ സദസ്സ് ഞങ്ങളെ ഒരുമിച്ച് കൂടുന്നത് നീ വെറുതെ ആക്കല്ലേ അല്ലാ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലീം. സ്വലാത്ത് ചൊല്ലി എല്ലാവരും അറിയിക്കുക. സ്വലാത്തുകൾ ചൊല്ലുന്നതിൽ ഒരു മടി ആരും കാണിക്കേണ്ട. ധാരാളം സ്വലാത്തും ഇല്ല. ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് പകൽ സമയങ്ങളിലൊക്കെ സ്വലാത്തും ഇല്ല. മൻ സല്ല അലൈഹി സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റൻ. ഒരു സ്വലാത്തിന് 10 പ്രതിഫലമുണ്ട്. ഇതൊക്കെ അറിയുന്ന കാര്യമാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ ഈ പറഞ്ഞുകൊണ്ടെങ്ങാനും ഒരാളൊരു സ്വലാത്ത് ഇല്ലാൽ എന്നുള്ള നിലക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹു ധാരാളം സ്വലാത്തുകൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇപ്പം ഞാൻ എൻ്റെ സുഹൃത്ത്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷുക്കൂർ ഫാദിൽ ഉസ്താദിൻ്റെ ഭാര്യ വീട്ടിൽ ഇപ്പോൾ പോയി. അവിടുന്നാണ് മജ്ലിസിലേക്ക് വരുന്നത്. അവർ പിന്നെ കുറച്ച് സമയം കൊണ്ട് അവരെ കൊണ്ട് കഴിയുന്ന നിലക്ക് അവർ സൽക്കരിച്ചു. അള്ളാഹു വലിയ ബർക്കത്ത് കൊടുക്കട്ടെ, വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. നമ്മുടെ സിയാറത്ത് യാത്ര നടത്തിയ സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിയാറത്ത് യാത്ര നടത്തുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നിൽ നിന്ന് നേതൃത്വം കൊടുത്ത് അതിൻ്റെ പക്വതയോടുകൂടെ വളരെ ചിട്ടയോടുകൂടെ കാര്യങ്ങളെ ക്രമീകരിച്ച് വലിയ സഹായം ചെയ്തെന്ന പ്രിയപ്പെട്ട എൻ്റെ ഉറ്റ സ്നേഹിതൻ അള്ളാഹു വലിയ ബർക്കത്ത് അവരുടെ ജീവിതത്തിൽ കൊടുക്കട്ടെ. എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യുന്ന ആ ഒരു കഴിവ് അള്ളാഹു ഇനി ഉയർത്തി കൊടുക്കട്ടെ. അള്ളാഹു വലിയ അഭിവൃദ്ധിയിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ. അവരെ ഭാര്യ, ആ ഭാര്യൻ്റെ ഉമ്മ, അവരെ ഉമ്മ, എല്ലാറ്റിലും അള്ളാഹു വലിയ ബർക്കത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.